നമ്മൾ അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. हम कुछ समय परमेश्वर के वचन से सुनने जा रहे हैं. അതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. और एक बार हर एक को मैं स्वागत करता हूँ. God bless you. Hallelujah. ഈ ദിവസങ്ങളിൽ അനേക ദൈവമക്കളെ കർത്താവ് നമ്മുടെ നടുവിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. इन दिनों में परमेश्वर बहुत सारे नए लोगों को हमारे बीच में भेज रहे ഈ हैं. കൂട്ടായ്മയിലേക്ക് പ്രിയമുള്ള ദൈവമക്കൾ വന്നത് അവരുടെ ജീവിതത്തിൽ വലിയ ആത്മിക വിടുതലിന് കാരണമായി തീരും. इस चुन में जो लोग आए हैं वो उनके आत्मिक जीवन में बहुत बड़ा छुटकारा का कारण है. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയിൽ വന്നത്. वैसे हम हर एक व्यक्ति इस चुन में आए हैं. ഓരോരുത്തരും ദൈവം ഗൈഡ് ചെയ്ത് കൊണ്ടുവരുവായിരുന്നു. हर एक व्यक्ति को परमेश्वर ने अगुवाई देकर അതിന്റെ लाया പിന്നിൽ है. ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. उसके पीछे परमेश्वर का एक उद्देश्य है. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും പണിതെടുത്തതുപോലെ ഈ വാത്സല്യമുള്ള ദൈവമക്കളെ പണിതെടുക്കുവാനിടയായി തീരും. जिस तरह परमेश्वर हर एक को बनाया उसी प्रकार इन लोगों को भी परमेश्वर बनाए. കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. ഞാൻ സമയങ്ങൾ ഇനി ഒട്ടും നഷ്ടപ്പെടുത്താതെ ഒരു വചനം പറയാൻ പോവുകയാണ്. समय को नाश ना करते हुए एक वचन कहना രാവിലെ चाहूँगा. നമ്മൾ ഒരു വചനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. सुबह हम एक वचन सुन रहा था. അത് കണ്ടിന്യൂ ചെയ്യുന്ന ഞാൻ വാക്കും പറഞ്ഞു. उसको कंटिन्यू करे करके मैंने कहा. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ लेकिन यहाँ जब ഞാൻ बैठा ചോദിച്ചു, था കർത്താവ് ഇനി എന്താ ഞാൻ പറയേണ്ടത്? मैंने पूछा परमेश्वर में क्या कहूँ. ഞാൻ ഇങ്ങനെ തലകുനിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ കൈ കൊടുക്കാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. मैंने प्रार्थना किया परमेश्वर मेरे को पास देने के लिए कुछ भी नहीं है. കർത്താവ് ഒരു പണ്ട് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞില്ലേ, परमेश्वर अपने चेलों को इस प्रकार कहा, ഈ ജനത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. इस लोगों को तुम भोजन दो. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് കൊണ്ടുവരാൻ? बोले तुम्हारे पास क्या है लेके आने. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ, രാവിലെ പറഞ്ഞതിന്റെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. बोला कि मैंने बोला परमेश्वर मेरे पास है जो सुबह कहा उसका അപ്പൊ बाकी है. കർത്താവ് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, तो परमेश्वर जल्दी पूछा, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. बोला अभी पकड़ा हुआ कुछ है क्या. ക്ലിയർ ആയിട്ട് ഞാൻ കേൾക്കുക, ഇപ്പം പിടിച്ചത് വല്ലതും ഉണ്ടോ. बोला अभी पकड़ा कुछ है അപ്പൊ क्या? രാവിലെ പിടിച്ചത് കൊടുത്തതിന്റെ ബാക്കിയല്ല, ഇപ്പം പിടിച്ചത് ചിലത് കൊടുക്കണമെന്ന് കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. तो परमेश्वर इस प्रकार बोला अभी पकड़ा कुछ चीजों को दो. ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? अभी पकड़ा हुआ कुछ है നിങ്ങൾക്കറിയാമോ क्या? ആ വാക്യം എവിടെ എഴുതിയിട്ടുള്ളത്? आपको पता हो वचन कहाँ लिखा ഇപ്പോൾ है? പിടിച്ചത് വല്ലതും ഉണ്ടോ? अभी पकड़ा हुआ किधर है? എവിടെ എഴുതിയേക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിലാണ്. कि യോഹന്നാൻ का सुख समाचार 21 में है. അവിടെ ചരിത്രം സംഭവം നമുക്കറിയാം. वहाँ का इतिहास हमें ഒന്ന് पता है. ശ്രദ്ധിച്ച് കേൾക്കണേ. अब ध्यान से सुनना. കർത്താവിന്റെ ആത്മാവ് ഇത് പറയുന്നത് നിങ്ങളോട് ചിലരോട് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ടാ परमेश्वर की आत्मा ये इसके लिए कह रहे हम में से कुछ लोगों ഈ से बातें പറയുന്ന करना കാര്യങ്ങൾ है. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിത അനുഭവമാകും. ये जो कहने वाले हो सकते हैं आपका जीवन का अनुभव है. യേശുവിന്റെ ക്രൂശീകരണത്തിനും മരണത്തിനും ശേഷം यीशु मसीह का सूली और मृत्यु की बात, മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. तीसरा दिन यीशु जी उठा ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. कि चेलों को प्रकट हुआ. ശിഷ്യന്മാർക്കെല്ലാം അറിയാം യേശു പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് അറിയാം. चेलों को सबको पता है यीशु मसीह प्रकट हुआ है. പക്ഷേ യേശു പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വന്നങ്ങ് താമസിച്ച് പിന്നെ എങ്ങോട്ട് പോകാതിരിക്കുമെന്നല്ല. യേശു വരും, സംസാരിക്കും, കുറെ കഴിയുമ്പോൾ യേശു വാനിഷാകും. ഹല്ലേലൂയ. इसका मतलब ये नहीं कि यीशु प्रकट हुआ हमेशा उनके साथ 24 घंटे रहता था. यीशु आता था, उनसे बातचीत करता था, उसके बाद गायब होता था. 24 hours അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം, യേശു കൂടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. अगर 24 घंटे हमारे साथ है तो हमें अच्छा है कि यीशु साथ में कोई दिक्कत नहीं है. ഇതങ്ങനെയല്ല. പണ്ടങ്ങനെയായിരുന്നു. പണ്ട് യേശു കൂടെ ഉറങ്ങും, കൂടെ ഭക്ഷണം കഴിക്കും, എപ്പോഴും യേശു കൂടെ ഉണ്ട്. ഇവർക്ക് വലിയ സന്തോഷമാണ്, ആനന്ദമാണ്. പക്ഷെ ഇപ്പൊ ഒന്ന് സിറ്റുവേഷൻ ഒന്ന് മാറി. ഹല്ലേലൂയ. पहले ऐसे 24 घंटे यीशु उनके साथ रहता था, साथ खाता था, साथ सोता था. लेकिन अभी वैसा नहीं है. ഇതെന്നോ അവർക്കറിയാം യേശുവിന്റെ ഉയർപ്പ് ഒരു ഫാക്റ്റ് ആണെന്ന്, ഒരു സംശയവും ഇല്ല. उनको पता है कि यीशु का जी उठना एक हकीकत है, उसमें कोई शंका नहीं. യേശു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. यीशु बीच बीच में आता है. നിങ്ങൾക്കറിയാം, എമ്മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ യേശു ചെന്നിട്ട് അപ്പം നുറുക്കിയിട്ട് അവൻ അപ്രത്യക്ഷമായെന്ന്, അല്ലേ? हमें पता है एमोस में जो चेले जा रहे थे उनके पास यीशु आके कि रोटी को तोड़ा और गायब हुआ. പിന്നെ അടുത്ത പ്രത്യക്ഷത എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. अगली बार कब प्रकट होगा पता नहीं. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. इसके बीच में एक ഈ गैप है. ഗ്യാപ്പിൽ പല ചിന്ത മനസ്സിൽ കയറി വരുന്നു. इस गैप में बहुत सारे विचार आता है. എപ്പോഴും അങ്ങ് ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ഹോളിനെസ് ജീവിക്കുമായിരുന്നു. और हमेशा परमेश्वर के सानिध्य को अनुभव करता हम सब कितने पवित्रता में जीते അങ്ങനെ थे. കിട്ടിയ ഒരു ഗ്യാപ്പിൽ ऐसे मिला हुआ गैप में പത്രോസ് ഇരുന്ന് ചിന്തിച്ചു, സമയം വെറുതെ പോകുന്നു, എന്തെങ്കിലും ചെയ്യണ്ടായോ? कि पत्रोस से समय ऐसे वर्त जा रहा है, कुछ तो करना है. പത്രോസ് പറഞ്ഞു, पत्रोस ने कहा ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. मैं मछली पकड़ने जा रहा हूँ. 3.5 വർഷം മുമ്പ് നിർത്തിയ ഒരു പണിയാണത്. 3.5 साल पहले रोका हुआ छोड़ा हुआ एक काम है. അവൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. बोला मैं मछली पकड़ने जा रहा हूँ.
അവൻ കൂടെ കേട്ടോണ്ടിരുന്നവർ പറഞ്ഞു ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. तो साथ में जो सुने तो उन्होंने बोला हम भी आता है. യേശുവിന്റെ ശിഷ്യന്മാരിൽ 4 പേരാണ് മീൻപിടുത്തക്കാരായിട്ടുണ്ടായിരുന്നത്. यीशु के चेलों में 4 जन थे जो मछली पकड़ने वाले थे. 12 ശിഷ്യന്മാരിൽ 4 പേര്. 12 में से 4. पत्रोस, ആൻഡ്രൂസ് അദ്ദേഹത്തിന്റെ സഹോദരനാകുന്ന അന്ത്രയോസ്, उसका भाई अंद्रोस, യാക്കോബ്, യോഹന്നാൻ. ഇവര് 4 പേരാണ്. याकूब और യോഹന്നാൻ. കേട്ടോ, അല്ലാതെ യേശുവിന്റെ 12 ശിഷ്യന്മാർ മീൻപിടുത്തക്കാരല്ലായിരുന്നു. यीशु के 12 के 12 चेले मछली पकड़ने वाले नहीं थे. പിന്നെ നമ്മൾ പറഞ്ഞു അവരെല്ലാരെയും അങ്ങ് മീൻപിടുത്തക്കാരാക്കി. हम बोल के उन सबको मछुआरे बना दिया. 4 പേരാ മീൻപിടുത്തക്കാരായിട്ടുണ്ടായിരുന്നത്. 4 जन थे जो मछली पकड़ने ഇത് वाले थे. കേട്ടിട്ട് സ്വാഭാവികമായിട്ടും ये सुन के बाकी സ്വാഭാവിക രൂപമേ स्वाभाविक रूप में പണ്ട് മീൻ പിടിച്ചോണ്ടിരുന്നവരെല്ലാം പറഞ്ഞു ഞങ്ങളും വരുവാന്ന്. ഞങ്ങളുടെ പണി അതാ അല്ലേ? कि पहले जो मछली पकड़ते उन्होंने बोला हम भी आते അപ്പൊ हैं കൂടെ क्योंकि काम 3 പേരുണ്ട്. था. അപ്പൊ 4 പേരായി. अभी 4 जन हैं. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന 3 പേര് ये जो सुन के बेटा वो 3 लोग അവരൊരിക്കൽ പോലും മീൻ പിടിക്കാനൊന്നും പോയിട്ടില്ല. वो कभी मछली पकड़ने नहीं गया. അതിനകത്ത് ഒരുത്തൻ ചുങ്കക്കാരനാ, उसमें से एक है जो टैक्स लेने वाला है, ഓഫീസ് ജോലി ചെയ്തോണ്ടിരുന്നവനാ, ऑफिस का काम करने वाला है, കണക്കെഴുതൊക്കെ ചെയ്തോണ്ടിരുന്നവനാ. वो गणित लिखता था. അവൻ പറഞ്ഞു ഞാനും വരുമെന്ന് പറഞ്ഞു. बोलता मैं भी आता हूं. ഒരു പുതിയ പണി പഠിക്കാം. एक नया काम सीखेगा. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എന്നോ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതാ. मैंने पिछले बार कुछ तो अपनी कलीसिया में कहा ഒരുത്തൻ പിന്മാറി പോയാൽ കൂടെ ഒരു 6 എണ്ണത്തെ കൂടെ കൊണ്ടുപോകും, മറന്നു പോകരുത്. एक जन पीछे हटेगा तो अपने साथ 6 जन को लेके जाता है. ഒരുത്തൻ പിന്മാറിയാൽ ഒറ്റയ്ക്കല്ല വീഴുന്നത്. एक जन जब पीछे हटे तो अकेला नहीं. ഇത് നമ്മൾ മറന്നു പോകല്ലേ കേട്ടോ. ये हमें ക്രിസ്ത്യ भूलना ജീവിതത്തിൽ नहीं है. നമ്മൾ സ്വല്പം പുറമോട്ട് മാറിയാൽ हम थोड़ा सा पीछे होगा, നമ്മുടെ കൂടെ ഒരു 5-6 പേര് പുറമോട്ട് മാറും. हमारे साथ एक 4-5 जन पीछे പത്രോസ് होगा. ഒറ്റയ്ക്കല്ല പിന്മാറിയത്. पत्रोस एक अकेला नहीं था. ഒരിക്കലും മീൻ പിടിക്കാൻ പോകാത്ത ഒരു 3 എണ്ണത്തെ കൂടെ കൊണ്ടുപോയി. कभी जो मछली नहीं पकड़ने वाला 3 जन को साथ में ले गया. നിങ്ങൾക്കറിയാം, संभव में जानता അന്ന് है. രാത്രി മുഴുവൻ അധ്വാനിച്ചു. उस दिन रात भर उन्होंने मेहनत किया പടകിൽ ഒരു മീൻ പോലും കിട്ടിയില്ല. कि एक भी मछली नहीं पकड़ा. അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. ऐसे होने का कोई संभव नहीं. കേട്ടോണേ, നിങ്ങളത് കേട്ടോണേ, അങ്ങനെ आप ഉണ്ടാകാൻ ഒരു ध्यान സാധ്യതയില്ല. रखना. ऐसा कोई संभव കാരണം नहीं എന്താ? है. ഇവര് പത്രോസിന് നല്ലവണ്ണം ഗലീല കടൽ അറിയാം. पत्रोस अच्छी तरह से गलीला का झील को जानता था. എങ്ങനെങ്കിലുമൊക്കെ മീൻ പിടിക്കാൻ അറിയാം. कैसे भी वो मछली പക്ഷെ पकड़ना जानता था. ഒറ്റ മീൻ പോലും കിട്ടിയില്ല. लेकिन उस दिन कोई मछली नहीं मिला. അങ്ങനെ വചനം പറയുന്നത്. ऐसा वचन കാരണം कहता है. എന്താണെന്നറിയാമോ? कारण क्या है? കാരണം പത്രോസ് മീൻ ഉള്ളിടത്ത് വലയിടാഞ്ഞിട്ടല്ല. इसका कारण ये नहीं कि जहाँ मछली है वहाँ उसने जाल नहीं डाला. പത്രോസിന്റെ വള്ളം അവിടെ വരുന്നതിന് മുമ്പേ, पत्रोस का नाव वहाँ आने से पहले, യാക്കോബും യോഹന്നാനും വല എടുക്കുന്നതിന് മുമ്പേ याकूब यूहन्ना जाल निकालने से पहले മീനെല്ലാം കൂടെ തമ്മിൽ സംസാരിച്ചു. कि मछलियों ने एक साथ बात किया ഒരു പിന്മാറ്റക്കാരൻ വലയിടാൻ വരുന്നുണ്ട്, നമുക്ക് മുങ്ങിയേക്കാവുന്ന. कि एक जो पीछे हुआ व्यक्ति जाल डालने आ रहे, हम यहाँ से അത് चले जाते हैं. എന്റെ ഭാവനയാ കേട്ടോ. वो मेरा एक सोच है. അങ്ങനെ ആയിരിക്കുകയില്ല സംഭവിച്ചത്. ऐसा नहीं हुआ रहेगा शायद. കർത്താവ് പറഞ്ഞു, परमेश्वर ने कहा, യുവമാരെല്ലാം കൂടെ ഞാൻ ഏൽപ്പിച്ച ജോലി വിട്ടിട്ട് അവരുടെ പഴയ പണിക്ക് പോയിരിക്കുക അല്ലേ? कि परमेश्वर ने कहा मैंने जो उन्हें जो दौत्य जो काम दिया है वो छोड़ के वो अपने पिछला काम में चले गया ശ്രദ്ധിച്ച് है. കേൾക്കണമേ. ഇന്ന് ध्यान से രാത്രി सुनना. ഇവന് നല്ല മീൻപിടുത്തം കിട്ടിയാൽ, अगर आज के रात उसको बहुत अच्छी ഞാൻ तरह से मछली मिला, ഉയർത്തെഴുന്നേറ്റ കാര്യമല്ല ഇവര് മറന്നിട്ട്, मैं जो जी उठा वो सब बातों के भूल के നാളെ മുതൽ പത്രോസ് മീനിന്റെ ഹോൾസെയിൽ വ്യാപാരം തുടങ്ങും. कल से पत्रोस मछली का होलसेल बिजनेस शुरू നാളെ करेगा. മുതൽ പത്രോസ് യാക്കോബ് യോഹന്നാൻ വേണമെങ്കിൽ നമ്മുടെ മത്തായി അല്ലേ, ചുങ്കക്കാരൻ മത്തായിയോട് പറയും കണക്കൊക്കെ നീ എഴുതിക്കോ, ഞങ്ങൾ മീൻ പിടിക്കാം, കച്ചവടം കണക്കൊക്കെ നീ നോക്കിക്കോ, നീ അതിന് എക്സ്പേർട്ടാന്ന് പറഞ്ഞ് അവനെ ആ ജോലി ഏൽപ്പിക്കും. हो सकता था कि जो मत्ता है उसको बोलता है तू एक काम का गणित जो अकाउंट्स पूरा तू संभाल, तू इसमें एक्सपर्ट പക്ഷേ है, मछली हम കർത്താവ് पकड़ते हैं. അത് സമ്മതിച്ചില്ല. आमीन हालेलुया. लेकिन परमेश्वर ने उसका इजाजत नहीं എന്തുകൊണ്ട് दिया. സമ്മതിച്ചില്ല? क्यों नहीं इजाजत दिया? കാരണം അതിന് 3.5 വർഷം മുമ്പ്, क्योंकि उसे 3.5 साल पहले, അതിന് 3.5 വർഷം മുമ്പ് उसे 3.5 साल पहले ഇതുപോലൊരു ദിവസം, ऐसे ही एक समय, അതുപോലെ തന്നെ ഒരു ദിവസം ऐसे ही एक दिन രാത്രി മുഴുവൻ പത്രോസ് അധ്വാനിച്ചു. रात भर पत्रोस ने काम ഒരു किया. മീൻ പോലും കിട്ടിയില്ല അന്ന് രാത്രിയിൽ. उस दिन रात को भी एक भी मछली नहीं मिला. ഇത് പത്രോസ് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അല്ല കേട്ടോ. ये पत्रोस का जीवन का पहला अनुभव नहीं है. ഒന്ന് സംഭവിച്ചതാ. ऐसा पहले भी एक बार हुआ है. അന്നെന്താ സംഭവിച്ചത്? तभी क्या हुआ? ഒരു രാത്രി മുഴുവൻ മീൻ കിട്ടിയില്ല. उस दिन पूरी रात उसे मछली नहीं मिला. മീൻ കിട്ടാഞ്ഞിട്ട് मीन मछली जब नहीं കരയ്ക്ക് मिला, പടകടിപ്പിച്ചിട്ട് जब किनारे में नाव ले आया വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. और जाल सही साफ कर रहा था, അന്ന് യേശുവിനെ പത്രോസിന് വലിയ പരിചയമൊന്നുമില്ല. तभी यीशु को उतना अच्छी तरह से അറിയാം, जानता नहीं था. പരിചയക്കാരനാണ് കേട്ടോ, പക്ഷെ യേശു ആരാണെന്ന് അറിയത്തില്ല. यीशु को जानता, लेकिन यीशु कौन है नहीं യേശു जानता. ദൈവപുത്രനാണെന്ന് അറിയത്തില്ല. यीशु परमेश्वर का पुत्र
उन्हें नहीं जानता था। Hallelujah. ആ revelation പ്രാപിച്ചിട്ടില്ല. आमेन हालेलुया। प्रकाशन नहीं प्राप्त किया ഒന്ന് था। കേൾക്കണേ. आप ध्यान से Hallelujah. सुनिएगा। അന്ന് പത്രോസിന്റെ പടകിന്റെ അടുക്കലേക്ക് യേശു വന്നു. उस दिन पत्रोस का नाव के पास यीशु आया എന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, और पत्रोस से पूछा, അല്പസമയത്തേക്ക് നിന്റെ വള്ളം ഒന്ന് വിട്ടുതരാൻ പറ്റുമോ? कुछ समय के लिए तेरा नाव जरा देंगे എന്തിനു क्या? വേണ്ടിയാ? किस चीज के എനിക്ക് लिए? പടകിലിരുന്ന് ഈ ജനത്തോടൊന്ന് സംസാരിക്കാം. मुझे नाव में बैठ के इस लोगों से बातें അതെന്തിനാ करना അങ്ങനെ है। ചെയ്തെന്നറിയാമോ? क्यों ऐसा किया? നിങ്ങൾക്കറിയാമല്ലോ യേശുവിന്റെ മീറ്റിംഗ് ഭയങ്കര തിക്കും തിരക്കുവാ. कि यीशु के मीटिंग में बहुत लोग रहते थे, ഭയങ്കര തിക്കും തിരക്കുവാ. बहुत ज्यादा भीड़ रहते थे। യേശുവിനെ തൊടാനും പിടിക്കാനും ഒക്കെ ആളുകൾ ഇങ്ങനെ നിൽക്കുക. यीशु को छूने के लिए, पकड़ने के അത് लिए യേശു लोग हैं। സെലിബ്രിറ്റി ആയിട്ടല്ല, वो यीशु को सेलिब्रिटी बोल के नहीं, സൗഖ്യമാ. यीशु को आमेन, ഹല്ലേലൂയ. यीशु को छुएगा तो നിങ്ങൾ चंगाई ചിന്തിച്ച് है। നോക്കിക്കേ. ഇപ്പൊ റെനി ബ്രദറിനോട് വലിയ ശുശ്രൂഷിക്കുകയാണ്, ആരെങ്കിലും റെനി ബ്രദറിനെ തൊട്ടാ സൗഖ്യം കിട്ടുമെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമോ? अगर पासवान जब हालेलुया। सेवकाई करे, अगर पासवान को छूने से अगर कोई चंगा होता है, आप लोग वहां बैठेंगे क्या? അറിയുന്ന നാട്ടുകാർ മുഴുവൻ ഓടി വരും അല്ലേ? ये जो जानने वाले सभी लोग ഈ भाग के आएंगे വാർത്തകൾ പറക്കും, പുള്ളിയെ തൊട്ടാ സൗഖ്യമാ. कि ये जो खबर है फैल जाएगा, इन्हें छुएगा तो चंगा हो जाएगा। വരത്തില്ലേ? എന്തോ ഇടിയായിരിക്കും അവിടെ അറിയാമോ? कितना भर्ती रहेगा ആളുകൾ वहाँ, ഇദ്ദേഹത്തെ പിച്ച് പറിച്ചോണ്ട് പോകും. कि लोग हमें क्या करेंगे, खींच के ले जाएंगे। യേശുവിന്റെ സിറ്റുവേഷൻ यीशु का अवस्था वैसा था। വചനം പറയുന്നു, वचन कहता है, അവനെ തൊട്ടവരും आमेन हालेलुया, उससे जिसने छुआ അവൻ തൊട്ടവരും സൗഖ്യമായി. और जिसने उसको छुआ वो भी चंगा हुआ। യേശു ആരൊക്കെ തൊട്ടു തൊട്ടു പോയോ അവരൊക്കെ സൗഖ്യമായി. यीशु ने जिसको छू के गया सारे लोग चंगा ചിലരെ हुआ। യേശുവിനെ തൊടാൻ പറ്റാഞ്ഞപ്പോൾ അവർ ചാടിക്കറി യേശുവിനെ തൊട്ടു, അവര് സൗഖ്യമായി. कुछ लोगों को यीशु जब छू नहीं पाया तो उन लोगों ने यीशु को छुआ, वो भी चंगे हो ഒരു गए। സൈഡിൽ ഹീലിംഗ് നടക്കുക. एक जहां पे चंगाई चल रहा है, പക്ഷേ യേശു പറഞ്ഞു, लेकिन यीशु ने कहा ഹീലിംഗ് കൊണ്ട് എന്റെ ശുശ്രൂഷ തീരത്തില്ല. चंगाई, आमेन हालेलुया, Healing चंगाई से मेरी सेवकाई समाप्त नहीं होगा, वो एक हिस्सा है। I want to teach my people. मुझे Hallelujah. कुछ चीजें तुम्हें सिखाना In है। a number of places there only healing is there. बहुत सारे जहां पे हम देखते हैं सिर्फ चंगाई होता है, ഒത്തിരി സ്ഥലങ്ങളുണ്ട് സൗഖ്യം 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 സൗഖ്യം, कि बहुत सारे जहां पे चंगाई चंगाई चंगाई, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് ഭയങ്കര ആകർഷകമായി അല്ലേ? वो बहुत आकर्षित करता है ആൾക്കൂട്ടം ഇടിച്ചുകൂടി നിൽക്കും. कि लोग वहां भीड़ से भीड़ भर जाता है, പാസ്റ്റർ സെലിബ്രിറ്റി ആകും. कि पासवान जो है सेलिब्रिटी बन जाता है, ഫോളോയിങ് കൂടും. कि पास्टर को पीछा करने वाले बढ़ जाते हैं। യേശുവിനൊരു കാര്യം അറിയാം, लेकिन यीशु को एक बात पता है healing is just one part of the ministry. कि चंगाई एक भाग है सेवकाई There का, is an essential part. वो Hallelujah. एक एसेंशियल है। മറുഭാഗമുണ്ട്, പഠിപ്പിക്കണം ജനത്തെ. आमेन हालेलुया, दूसरा एक भाग है सिखाना है लोगों എന്തുകൊണ്ട് को। പഠിപ്പിക്കണം? क्यों सिखाना है? ഈ പഠിക്കുന്ന വചനമാണ് ഫൗണ്ടേഷൻ. आमेन, ऐसे हालेलुया, जो सीखने वाले जो वचन है वो है हमारा ഈ नींव। ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ अगर नींव अगर स्ट्रॉन्ग ഈ नहीं है तो സൗഖ്യം കിട്ടിയവർ നാളെ യേശുവിനെ കളഞ്ഞിട്ട് പോകും. ये जो चंगाई मिला हुआ लोग कल यीशु को छोड़ के जाएगा। സൗഖ്യം കിട്ടിയവർ നാളെ നരകത്തിൽ പോകും. जो चंगाई मिला हुआ व्यक्ति कल नरक में ശരിയല്ലേ? जाएगा। സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകും. क्या चंगाई मिला बोल के स्वर्ग में जाएंगे? സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകും. क्या चंगाई से स्वर्ग में जाएंगे? സൗഖ്യം കർത്താവ് ഫ്രീ ആയിട്ട് आमेन തരുന്നു. हालेलुया, चंगाई जो है मुफ्त में परमेश्वर देता വിടുതൽ है, കർത്താവ് ഫ്രീ ആയിട്ട് തരുന്നു. छुटकारा परमेश्वर फ्री में देता है। തരുന്നത് वो क्यों देता है? പറയുന്ന ബാക്കി കാര്യം കേൾക്കാൻ आमेन വേണ്ടി आमेन തരുന്നതാ. हालेलुया, वो जो बोल रहे बाकी चीजों को सुनने के लिए, നമുക്കത് തന്നില്ലെങ്കിലേ अगर हमें वो नहीं നമ്മൾ देंगे, യേശു പറയുന്നത് ശ്രദ്ധിക്കത്തില്ല. हम जो यीशु बोल रहे उसे ध्यान नहीं देंगे। അതുകൊണ്ടാണ് ഈ സൗഖ്യവും വിടുതലൊക്കെ തരുന്നത്. इसके लिए चंगाई छुटकारा देता അത് है, ഇമ്പോർട്ടന്റ് അല്ല. वो उसका खास नहीं ഇപ്പൊ है। നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങള് പിന്നെ അശ്രദ്ധ കാണിക്കാൻ നമ്മളോട് മനെ മിണ്ടാതിരുന്ന ഒരു മുട്ടായി തരാന്ന് പറയും അല്ലേ? ഹലോ, अगर हमारा बच्चा अगर मस्ती करता है, बोले चुपचाप बैठ जाओ, चॉकलेट देगा। കൊച്ചു 10 മിനിറ്റ് മിണ്ടായിരുന്ന പ്രസംഗം കേൾക്കും. कि बच्चा 10 मिनट चुपचाप वचन सुनेगा। മുട്ടായി കിട്ടാൻ വേണ്ടിയാ. क्यों? चॉकलेट मिलना പക്ഷെ है। ടീച്ചറുടെ ഉദ്ദേശം മുട്ടായി അല്ല. लेकिन टीचर का उद्देश्य चॉकलेट नहीं है, ടീച്ചറുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? उसका उद्देश्य क्या കൊച്ചു है? പഠിക്കണം. बच्चा सीखना है। ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നത്. इसके लिए बीच बीच में एनकरेज करने के लिए कुछ ഹലോ, चीजें देता है, നമുക്ക് കിട്ടുന്ന സൗഖ്യം വിടുതലൊക്കെ എന്തുവാണെന്നറിയോ? പ്രോത്സാഹന സമ്മാനം. कि हमें जो मिलने वाला चंगा छुटकारा क्या है, एक एनकरेजमेंट के लिए दिया है। ഇതല്ല മെയിൻ. ये नहीं है मेन, ഇതിലും മെയിൻ ആയിട്ടുള്ള സമ്മാനം ഉണ്ടെന്നേ. इससे बड़ा एक तोहफा है। അത് പഠിച്ച് ജയിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. वो पढ़ के जीत लेगा तो ही मिलेगा। പിന്നെ ഇടയ്ക്ക് പ്രോത്സാഹന സമ്മാനം തരുന്നത് कि बीच में जो एनकरेजमेंट देता है, നമ്മൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയാ. हमें क्लास में आने के നമ്മൾ लिए, പഠിത്തം ഉഴപ്പാതിരിക്കാൻ വേണ്ടിയാ. हम पढ़ाई अच्छी तरह से करें इसके लिए, ഹല്ലേലൂയ, നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. हमें एक एनकरेजमेंट देता है। എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശു എപ്പോഴും കൺസേൺഡ് എന്തിനാണെന്നറിയാമോ? यीशु हमेशा किस पे ध्यान देता था? നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതില്ല. कि हमारा आनंद जीवन को तैयार करने के लिए, എറ്റേണിറ്റി
अनंत जीवन। ഒരിക്കലും നഷ്ടമാകില്ല. आमेन आमेन, वो कभी नष्ट नहीं होना അതുകൊണ്ട് है। വചനം പറഞ്ഞത് इसके लिए वचन कहता है ഒരുവൻ സകല ലോകവും നേടിയാലും एक व्यक्ति पूरे दुनिया को जीत ले, തന്റെ ആത്മാവ് നഷ്ടമായ अगर उसका आत्मा नष्ट हो जाता है അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? उससे उसको क्या लाभ है? എല്ലാം നേടിയെന്നേ, वो सब कुछ ले लिया പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടു. लेकिन आत्मा नष्ट हुआ। ഹല്ലേലൂയ. हालेलुया। ഞങ്ങള് ഇന്നലെ വൈകിട്ട് ശാമുവേലും എല്ലാം കൂടി വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ कल शामुएल सब लोग जब घर पे बैठ के बातें कर रहा था, ശാമുവേൽ പറഞ്ഞു നരേന്ദ്രമോദിയുടെ മമ്മിയുടെ വീട് ഗാന്ധിധാമിലായിരുന്നു എന്ന് പറഞ്ഞു. बोला कि नरेंद्र मोदी का जो माता जी का घर गांधीधाम में है, ഗാന്ധിനഗറിലായിരുന്നു. गांधीनगर में है। അപ്പോൾ ശാമുവേൽ പറഞ്ഞു എല്ലാ മാസവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ അമ്മയെ കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. और हर महीना नरेंद्र मोदी क्या है कि उसकी माँ से मिलने जाते थे। കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയി അല്ലേ? पिछले दिनों गुजर गए। അപ്പം ശാമുവേൽ പറഞ്ഞു അവിടെ ആ സൊസൈറ്റിയിൽ ഹെലിപ്പാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മോദിക്ക് വരാൻ വേണ്ടി. उस सोसाइटी में हेलीपैड बनाया कि मोदी को आने के അപ്പൊ लिए। എൻ്റെ വൈഫ് സാൻഡി പറഞ്ഞു നല്ല ഭാഗ്യമുള്ള ഒരു അമ്മച്ചിയാണല്ലോ എന്ന് പറഞ്ഞു. तो शांति से बोला कि कितना भाग्यशाली माता है। ഒന്നും പറഞ്ഞില്ല, मैंने कुछ नहीं बोला। പറഞ്ഞില്ല. ഹല്ലേലൂയ. അതാണോ ഭാഗ്യം? क्या वो है भाग्य? അല്ല, नहीं, അതല്ല ഭാഗ്യം. वो नहीं। നമ്മൾ ഭൂമി വെച്ച് പറയും അയ്യോ അതൊരു വലിയ ഭാഗ്യമാണെന്ന് പറയും. हम धरती बोले वो बहुत बड़ा भाग्य है। ലോകത്തിൽ ഏറ്റവും ധനവാനാകുന്നതാണോ ഭാഗ്യം? അതല്ല ഭാഗ്യം. दुनिया का सबसे बड़ा अमीर आदमी बनना है क्या भाग्य? नहीं, वो नहीं है भाग्य। വേദപുസ്തകത്തിൽ കർത്താവ് ആരെയാ ഭാഗ്യവാൻ എന്ന് വിളിച്ചെന്നറിയാം? परमेश्वर ने वचन में किसको भाग्यशाली बुलाया The है? one who is having eternity inside him. उसके अंदर जो अनंत जीवन है, आमीन, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവനാ ഭാഗ്യവാൻ. जो अनंत जीवन के लिए तैयार हुआ वो है നമ്മുടെ भाग्यवान। പോക്കറ്റിൽ ഒന്നുമില്ല, हमारा जेब में कुछ नहीं है, നമുക്കൊന്നുമില്ല, हमें कुछ भी नहीं പക്ഷേ है, സ്വർഗീയ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, लेकिन स्वर्ग का जो भाग्य हमें मिला है, സ്വർഗീയ സമാധാന ഹൃദയത്തിലുണ്ടെങ്കിൽ, स्वर्ग का जो शांति हमारे दिल में है, ലോകത്തിലുള്ള ആരെക്കാട്ടിലും നമ്മൾ ധനികരാണ്, ഭാഗ്യവാന്മാരാണ്. दुनिया के किसी से हम ज्यादा धनी है और भाग्यशाली है। ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ അല്ലേ ഹല്ലേലൂയ ചില ആളുകൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. यीशु के पास कुछ लोग सीख रहे थे। ഞാൻ യേശു പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. യേശുവിന് ഇമ്പോർട്ടന്റ് എന്താ? പഠിപ്പിക്കണം കേട്ടോ. ജീസസ് വാണ്ട് ടു ടീച്ച്. यीशु का मुख्य क्या था? सिखाना था। പിന്നെ ഹീലിംഗ് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? चंगाई किसके लिए कर रहा था? ടീച്ചറെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, उस ध्यान देने के लिए, പ്രോത്സാഹന സമ്മാനം കേട്ടോ. वो एनकरेज करने के അല്ലെങ്കിൽ ആള് लिए। വരത്തില്ല, അതുകൊണ്ടാണ് ഈ സൗഖ്യമൊക്കെ കൊടുക്കുന്നത്. नहीं तो लोग नहीं आएंगे, इसके लिए चंगाई दे रहे हैं। ഒരിക്കലും യേശു ഇങ്ങനെ ചിലരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. एक बार यीशु कुछ लोगों को सिखा रहा ആ था। വീട്ടുകാരുടെ പേരൊക്കെ വേദോസത്തിൽ പറഞ്ഞിട്ട് उस लोगों का घर के नाम മാർത്തയുടെയും മറിയയുടെയും ലാസറുടെ വീടെന്ന വീടിന് പറയുന്നത്. मार्था, मरिया और लासर का घर। ആ വീട്ടിൽ മാർത്ത യേശുവിനെ ആ ഗ്രാമത്തിൽ കൂടെ യേശു പോകുമ്പോൾ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. कि मार्था ने क्या किया? उस गांव से जब यीशु जाते समय उनको घर पे बुला के लाया। എന്നിട്ട് മാർത്ത പറഞ്ഞു, ഗുരു നീ എൻ്റെ വീട്ടിൽ വന്നാട്ട് ഇവരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചാട്ട്. बोले तू मेरे घर पे आना, इन सबको सिखाना। യേശു ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. यीशु बैठ के सिखाने लगा। യേശുവിനെ പഠിപ്പിക്കാൻ ഒരു ഇടം കിട്ടിയാൽ യേശു സീദാ പഠിപ്പിര് തുടങ്ങും. ഹല്ലേലൂയ. हालेलुया। यीशु को अगर पढ़ाने के लिए मौका मिला तो वो सीधा पढ़ाना യേശു शुरू करता മാർത്തയുടെയും है। മറിയയുടെയും വീട്ടിൽ ഹീലിംഗ് മിനിസ്ട്രി ചെയ്തെന്നല്ല, कि यीशु ने मार्था और मरिया के घर में चंगाई का सेवका किया बोल के യേശു नहीं, ഇരുന്ന് പഠിപ്പിച്ചെന്നാ. यीशु बैठ के सिखाया। അങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ऐसा जब सिखा रहा മാർത്ത था, യേശുവിനെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് मार्था ने यीशु को बिठा നേരെ के കിച്ചണിലേക്ക് പോയേക്കുക. वो सीधा सीधा किचन में गई। ഒരിക്കലും മാർത്ത ഓർത്തില്ല യേശുവിനെ വിളിച്ചാൽ യേശു ഒറ്റയ്ക്കേ വരത്തുള്ളെന്ന്. പ്രതീക്ഷിക്കാതെ യേശുവിന്റെ ശിഷ്യന്മാരും നൂറുകണക്കിന് ആളുകൾ ഇപ്പൊ വീട് മുഴുവൻ കയറിയിരിക്കുക. ഹല്ലേലൂയ. कि मार्था ने कभी सोचा नहीं था कि यीशु अकेला नहीं, उसके साथ बहुत सारे लोग हैं। क्या चेले भी आए और भी बहुत सारे लोग उसके साथ आया है। എല്ലാം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടായ. उन सबको कुछ तो कुछ देना है। പാവം പിടിച്ച വീടാ കേട്ടോ. एक गरीब घर है। എങ്ങനെ അറിയാം പാവം പിടിച്ച വീടാന്ന്? कैसे पता है गरीब है? യേശുവിനെ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലയാഴ്ച कि यीशु को सूली पर चढ़ाने से യേശു पहले ഈ വീട്ടിലാ താമസിച്ചത്. यीशु इस घर में था। അന്നോ അന്നോ ഈ വീട്ടിലെ ബഥാനിയിലെ മാർത്തയുടെയും മറിയയുടെ വീട്ടിലെ താമസിച്ചത്. बेथानी में जो मार्था मेरे घर, രാവിലെ യേശു ജെറുസലേമിലേക്ക് പോകും. सुबह यीशु यरूशलेम में जा रहा പോയപ്പോ യേശുവിന് വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. है कि जाते समय यीशु को भूख എന്ന് लगा। പറഞ്ഞാൽ രാവിലെ താമസിച്ച വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. उसका अर्थ है कि जो सुबह जिस घर में रहा था ഹലോ, ब्रेकफास्ट नहीं मिला। യേശുവിന് വിശന്നിട്ട് യേശു അത്തിയിൽ ഫലം തിരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. यीशु को भूख लगा और उसने क्या किया कि
अंजीर में उसने क्या किया, फल देखा। നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വീട്ടിൽ താമസിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെ വിടുമോ? हमारे घर में अगर कोई रहता है तो सुबह बिना ब्रेकफास्ट के छोड़ेगा क्या? സാധാരണ ബോംബെക്കാർ ഒരുവിധം വിട്ട് വീട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ല. कि मुंबई में ज्यादातर लोग ब्रेकफास्ट नहीं बनाते। നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട്, हमें ब्रेकफास्ट बनाना बहुत दिक्कत है। ഗസ്റ്റ് വന്നാലും നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുക്കും എന്നുള്ളത്. ബാക്കിയെല്ലാം ഓക്കെ, बाकी सब ठीक है, ശരി. ब्रेकफास्ट के लिए दिक्कत है। ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ വീട്ടിൽ നിന്ന് യേശു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ പോയത് ആ വീടിന്റെ പരുവം അതാ കേട്ടോ. വലിയ ധനികരുടെ വീടൊന്നുമല്ല. वो बहुत बड़े धनियों का घर नहीं था। താങ്ക് യു ജീസസ്. അപ്പൊ ഈ മാർത്ത ആകെ ടെൻഷൻ ഇല്ല. मार्ता बहुत टेंशन में है। യേശുവിനെ വിളിച്ചു പോയി 100-200 പേര് വന്ന് കയറി, ഇതുങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെ വെച്ച് വളർത്തി കൊടുക്കും, ഇതൊന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല. क्यों बोला कि बहुत सारे लोग हैं, इन सबको मैं क्या दूंगा, ये सब बांटने के लिए भी कोई नहीं है। അവളുടെ സഹോദരിയാകുന്ന മറിയ, उसकी जो बहन मरिया, അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ യേശുവിന്റെ കാൽക്കൽ പോയിരുന്ന് ഇങ്ങനെ വചനം പഠിച്ചുകൊണ്ടിരിക്കുക. वो ये सब को ध्यान ना देते हुए उसके यीशु के चरणों में बैठ के ध्यान से वचन सुन रहे हैं। കുറെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മാർത്തയ്ക്കാകെ ടെൻഷനായി. कुछ समय के बाद मार्ता को टेंशन बढ़ा। ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാം, നമ്മുടെ വീട്ടിലെ അമ്മമാര്, നമ്മുടെ വീട്ടിലെ ഭാര്യമാര്, നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന അപ്പോഴാ. ഹല്ലേലൂയ. हम सबको पता है, हमारे घर में जो माता है, बहन है, पत्नी है, उन सबको टेंशन आने वाला അവരെ समय। സഹായിക്കാൻ ആരുമില്ല കിച്ചണിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കാണുമ്പോൾ അവർ കുറെ കഴിയുമ്പോൾ നമ്മളോട് അവരുടെ തനി സ്വഭാവം കാണിക്കും. ഹല്ലേലൂയ. अगर उनको मदद करने के लिए कोई नहीं है तो कुछ देर के बाद थोड़ा सा वो बिगड़ ഇതൊക്കെ जाते നമ്മൾ हैं। നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നില്ലേ? ये हम तो अपने घर में हमेशा देखते हैं। ഹല്ലേലൂയ. മാർത്ത കുറെ കഴിഞ്ഞപ്പോൾ ടെൻഷനോട് കൂടെ യേശുവിനോട് എന്നിട്ട് പറഞ്ഞു, ഗുരു ഇവളെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് വിട്, നിനക്ക് വിചാരമില്ലയോ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക, ഇവൾ വന്നിവിടെ ഇന്ന് വചനവും കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. मार्ता ने जाके यीशु को बोला कि यीशु इसको जरा बोल अंदर आके थोड़ा मदद करने के लिए, तेरे को विचार नहीं है कि मैं अकेला सब मेहनत कर रहे हैं। ഹല്ലേലൂയ. യേശു പറഞ്ഞു, यीशु ने कहा, മാർത്തേ മാർത്തേ, मारते നീ मारते പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. तू बहुत सारी चीजों के ऊपर व्याकुल होके बैठा हुआ നീ है। ഒത്തിരി ചിന്തിച്ചോണ്ടിരിക്കുക, तू बहुत सोच നിന്റെ रहा മനം है, കലങ്ങിയിരിക്കുക. तेरा दिल व्याकुल है। പക്ഷെ ഈ മറിയ, लेकिन ये जो मरिया അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. उसने अच्छी बात को लिया है। ഹല്ലേലൂയ. അത് അവളിൽ നിന്ന് ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. और वो उससे कोई भी चुरा नहीं सकता। आमीन। അപ്പൊ നിങ്ങൾ പറ ഏതാ നല്ലത്? तो आप बताओ किस चीज अच्छा है? വേണമെങ്കിൽ മറിയയ്ക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ അവള് പറഞ്ഞില്ല, കുറച്ചു നേരം ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ, ഞാൻ ആമേൻ, കർത്താവ് ആമേൻ. പറയുന്നത് കേൾക്കാൻ പോവുക. आप सोचोगे मरियम ने क्या कहा कि बोला कि नहीं मैं सब बोझ नहीं लूंगा, मैं कुछ समय परमेश्वर के चरणों में बैठ के उसे प्राप्त അപ്പൊ എന്താ करूंगा। കേൾക്കുന്നത്? കർത്താവ് പഠിപ്പിക്കുന്നത് കേൾക്കുക. क्या सुन रहे परमेश्वर So, जो ഞാൻ सिखा രണ്ട് रहा है। ഭാഗം പഠനം, ഒന്ന് ഹീലിംഗ്, മറുഭാഗം ടീച്ചിങ് അല്ലേ? एक है जो चंगाई, दूसरा भाग ഇത് है രണ്ടും जो important. सिखाना। ഇത് രണ്ടും ഇമ്പോർട്ടന്റ്. ये दोनों खास है। ഹീലിംഗ് കിട്ടിയാൽ जो चंगाई मिलेगा അത് ഇവിടെ കൊണ്ട് തീരും. फिर यहाँ खत्म। ഇന്ന് ക്യാൻസർ സൗഖ്യമായ വ്യക്തി आज जो कैंसर चंगा हुआ നാളെ व्यक्ति പനി വന്ന് മരിച്ചു പോകും. कल सर्दी आके गुजर അപ്പൊ सकता നമ്മൾ है। അയ്യോ പുള്ളി ക്യാൻസർ സൗഖ്യമായതുകൊണ്ട് പനി വന്ന് ചത്തു. ഹീലിംഗ് ടെമ്പററി. हम लोग देखो कैंसर से चंगा हुआ, सर्दी से गुजर गया। എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുന്നു. हमने ऐसी ഹീലിംഗ് कितनी सारी ടെമ്പററി. പക്ഷെ ടീച്ചിങ്, आमीन आमीन വചനം പഠിക്കുന്നത് പെർമനന്റ് ആണ്. आमीन 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 നമ്മുടെ ജീവന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. आमीन। चंगाई जो है तात्कालिक है, लेकिन जो वचन जो पढ़ता है वो हमेशा स्थिर रहने So वाला always है। Jesus was interested to teach. तो यीशु हमेशा सिखाने में दिलचस्पी रखता था। അവന്റെ ടീച്ചിങ് ശരിയാന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് आमीन, അവൻ yes, സൗഖ്യം കൊടുത്തത്. yes, उसके सिखाना सही है साबित करने के लिए उसे चमत्कार को किया। അവന്റെ ടീച്ചിങ് ശരിയാന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവൻ സൗഖ്യം കൊടുത്തത്. ഉദാഹരണം ഞാൻ പറയാം. एक उदाहरण कहता हूँ। ഹല്ലേലൂയ. ഒരു പക്ഷപാതക്കാരനായ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ മച്ചു പൊളിച്ച് താഴോട്ട് ഇറക്കി സൗഖ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. एक लखुआ मारा व्यक्ति को छत खोल के नीचे उतारा चंगाई करने के യേശുവിനെ लिए। കണ്ടിട്ട് എന്താ പറഞ്ഞത്? यीशु से देख के क्या कहा? മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. बेटा तेरे पापों को क्षमा അത് किया। വലിയ കോൺട്രവേഴ്സിയായി. वो बहुत बड़ा वाद विवाद हुआ। എടാ ഈ വയ്യാത്തവനെ എഴുന്നേൽപ്പിക്കുകയെന്ന് വലുത് അതോ പാപം ക്ഷമിക്കാന്ന് വലുത്? നിങ്ങൾ പറ. ये जो बीमार है उसको उठाना बड़ा बात है या पाप को क्षमा करना? സത്യത്തിൽ ഇവൻ എന്ത് പ്രതീക്ഷിച്ചാ വന്നത്? പാപക്ഷമയ്ക്ക് വേണ്ടിയാന്ന് വന്നത് അല്ല. नहीं, ഇവൻ actually- വന്നത് സൗഖ്യത്തിന് വേണ്ടിയാ. ये किस चीज के लिए आया? पाप का क्षमा ആളുകൾ के लिए, चंगाई के लिए। പ്രതീക്ഷിക്കുന്നതും അതിനു വേണ്ടിയാ. जो लोग आया वो भी सोच പക്ഷേ रहे उसके लिए। യേശുവിന്റെ കൺസേൺ എന്താണെന്നറിയാം? लेकिन यीशु का विचार क्या ഇവന്റെ था? പാപങ്ങൾ ക്ഷമിക്കപ്പെടണം, इसके पाप क्षमा होना। ഇല്ലെങ്കിൽ आमीन। ഇവൻ നിത്യ നരകത്തിന് അവകാശിയാകും.
नहीं तो ये हमेशा का नरक में चले जाएगा। അതുകൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞത്, इसलिए यीशु ने एक बार നിന്റെ कहा, കണ്ണ് നിന്നെ കിടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയണം. अगर तेरी हाके तुझे गिराते तो उसे उखाड़ के നിന്റെ फेंक। കൈ പാപം ചെയ്യുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയണം. अगर तेरा हाथ पाप कर उसे എന്ന് काट പറഞ്ഞാൽ डालो। നാളെ പോയി വെട്ടണം എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് തീരുമാനമെടുക്കണം. इसका मतलब ये नहीं कि हाथ को काटना, उतना स्ट्रिक्ट നിന്റെ निर्णय കാല് लेना। പാപം ചെയ്യുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയണം. अगर तेरा पैर पाप कर उसे काट दो। യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. यीशु ने कहा एक बात है, ഹല്ലേലൂയ. രണ്ട് കണ്ണുമുള്ളവനായി നരകത്തിൽ പോയി വീഴുന്നതിലും നല്ലത് ഒറ്റ കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത്. दो ഹല്ലേലൂയ. आंखों के साथ नरक में जाके गिरने से अच्छा है एक आंखों के साथ स्वर्ग में चले जाए। അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒറ്റക്കണ്ണനായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പൂർണ്ണരായിരിക്കും സ്വർഗത്തിൽ ചെന്ന്. तो एक सवाल उठता है कि स्वर्ग में हम जाएंगे तो एक आंखों के साथ नहीं, स्वर्ग में जब जाएगा हम पूर्णता में जाएंगे। ലിറ്ററൽ മീനിങ് അല്ല എടുക്കേണ്ടത്. ഉപമയിൽ എന്താണ് യേശു മീൻ ചെയ്തത്? യേശു മീൻ ചെയ്തത് പാപത്തിന്റെ ക്ഷമയാണ് ലോകത്തിലെ അനുഗ്രഹങ്ങളെക്കാട്ടിൽ വലുതെന്നാണ് യേശു പഠിപ്പിച്ചത്. तो उसका अर्थ क्या है कि पाप का क्षमा है दुनिया में आशीषों से बढ़कर। അതുകൊണ്ട് യേശു എപ്പോഴും പഠിപ്പിക്കും. ഹല്ലേലൂയ. इसलिए यीशु हमेशा सिखाता है, യേശു ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. यीशु सिखा रहा था। എന്നാലും ഒരു കാര്യം ഉറപ്പായി, एक बात पक्का हुआ, ഒരു പക്ഷേ മാർത്തയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാഞ്ഞിട്ടായിരിക്കത്തില്ല യേശു ഹല്ലേലൂയ അന്ന് രാവിലെ പട്ടിണി പോയത്. ऐसा भी नहीं हो सकता उसके घर पे ब्रेकफास्ट नहीं था बल्कि भूखा गया। അതിൽ പിന്നെ മാർത്ത കിച്ചണിലോട്ട് കയറിയിട്ടില്ല. उसके बाद मार्था किचन में नहीं गया। അതിൽ പിന്നെ യേശു വീട്ടിൽ വന്നാൽ മാർത്ത മറിയയുടെ വലതുഭാഗത്ത് വന്നിരിക്കും. നമുക്ക് പഠിച്ചാൽ മതിയെന്ന്. നമുക്കിന്ന് ഫുഡ് കഴിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഒരു വെളിപ്പാടുണ്ട് അതിനകത്തല്ലേ? ശരിയല്ലേ? revelation in that scripture. तो ऐसा भी एक सोच है कि उसमें बोलते हैं कि उसके बाद जब भी यीशु जब आता है तो मार्था उसके साथ सीखने के लिए बैठता है। मैं क्यों इस प्रकार कह रहा हूं? പഠിക്കാനുള്ള ആത്മീയ ആശയങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ हमें सब वचन में पढ़ने का दिलचस्पी बड़े, इसके लिए मैं कह रहा ഞാൻ हूं। പത്രോസിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. നമ്മൾ ഗലീല കടലിന്റെ തീരത്ത് പത്രോസിനെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരുന്നത്. हम पत्रोस के पास लौट के आ रहे हैं പത്രോസിന്റെ വള്ളത്തിന്റെ അകത്ത് യേശു പറഞ്ഞു ഒന്ന് കയറിയിരുന്നോട്ട്. कि पत्रोस के नाव में यीशु ने पूछा मैं एक बार കാരണം ജനം അത്ര തിക്കി തിരക്കി നിൽക്കുക. कि लोग उतने भी फैला हुआ है, ഇവരെല്ലാം തൊടാൻ വന്ന് നിൽക്കുക. ये सब छूने के लिए खड़े അപ്പൊ हैं। വള്ളത്തിൽ കയറി വെള്ളത്തിൽ അല്പം അങ്ങോട്ട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇവർ ചാടി വെള്ളത്തിൽ ഇറങ്ങി വരത്തില്ല. अगर नाव को थोड़ा पानी से आगे रखे तो जल्दी ഒരു कूद के पानी में नहीं സാവകാശം आएंगे। കിട്ടി ഇവരെ 10 മിനിറ്റ് പഠിപ്പിക്കാൻ. एक समय मिलेगा 10 मिनट ने सिखाने നിങ്ങളോട് का। ഞാൻ സീക്രട്ട് പറയട്ടെ. मैं आपसे एक रहस्य നമ്മള് बता- കർത്താവ് ഇന്ന് എന്നെ തൊടണം, എന്നെ സൗഖ്യമാക്കണം, എന്നെ വിടുവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുക. യേശു പറയുന്ന 10 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കാൻ നീ റെഡിയാകുക. ഹല്ലേലൂയ. हम बहुत बोलते परमेश्वर मुझे छू ले, मुझे चंगा कर ले। यीशु बोलते बेटा तू 10 मिनट रुक, मैं जो सिखा रहा हूं तो सुन ले। മനസ്സിലാകുന്നുണ്ടോ? ചില മീറ്റിംഗിൽ സൗഖ്യം വെളിപ്പെടുത്തില്ല, कुछ मीटिंग में चंगाई प्रकट नहीं होता, ഡെലിവറൻസ് വെളിപ്പെടുത്തില്ല. छुटकारा प्रकट नहीं होता। എന്തുകൊണ്ട്? क्यों? കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर सिखाना चाहता है। ഹല്ലേലൂയ. आमेन, हालेलुया। പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറും അല്ലേ? आमेन। ऐसे हम सीखेगा तो हम बदल जाएंगे, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരും. कि पढ़ेंगे तो हम बढ़ेंगे। ഹല്ലേലൂയ. പണ്ട് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് പഠിച്ചാലും വളരും പഠിച്ചില്ലെങ്കിലും വളരും എന്നാ പുള്ളി പറഞ്ഞത്. ഹല്ലേലൂയ. പക്ഷെ വളർച്ച രണ്ട് രീതിയിലായിരിക്കും അല്ലേ? एक व्यक्ति ने बोला पढ़ेगा तो भी बढ़ेगा, अगर नहीं पढ़ेगा तो भी बढ़ेगा, लेकिन दोनों बढ़ना अलग है। പഠിച്ചാൽ നമ്മൾ വ്യത്യാസമുള്ളവരായി തീരും. अगर पढ़ेंगे तो हम अलग रहेंगे। അന്ന് आमीन। യേശു ആ പടകിലിരുന്ന് പ്രസംഗിച്ചു. उस दिन यीशु ने उस नाव में से प्रचार ഒത്തിരി किया, കാര്യങ്ങൾ പഠിപ്പിച്ചു. बहुत सारे बातें सिखाया। യേശുവിന്റെ പ്രസംഗങ്ങൾ ഏറെക്കുറെ സെയിം ആയിരുന്നു കേട്ടോ. कि यीशु का प्रचार बहुत सारे एक എവിടെ समान था। പോയാലും യേശു ഒരേ മെസ്സേജ് എടുക്കുന്നത്. जहां भी जाएगा तो एक ही संदेश लेता നമ്മളെ था। പോലെ വെറൈറ്റി മെസ്സേജ് യേശു പറയത്തില്ലായിരുന്നു. वो अलग अलग में से संदेश नहीं देते थे। ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാമോ? कारण क्या है? യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. कि यीशु जब पृथ्वी में आया तो उसको बांटने के लिए एक ആരെ संदेश था। കണ്ടാലും യേശു അതാ പറയുന്നത്. आप पहला परमेश्वर वही അത് कहेगा। യോഹന്നാൻ സ്നാപകൻ മുതൽ ഇങ്ങോട്ട് പറയുന്ന സന്ദേശമാണ്. यूहन्ना बपतिस्मा से लेके आगे वही എന്തായാലും निरंतर യേശുവിന്റെ कहते हैं। സന്ദേശത്തിന്റെ ക്രീം, അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ क्या था उसका एकदम कंटेंट कहेगा तो കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ. ഹല്ലേലൂയ. परमेश्वर का राज ദൈവ निकट है। രാജ്യം आमीन। സമീപിച്ചിരിക്കുന്നു. हालेलुया। कि परमेश्वर का राज आपके पास आया है। ദൈവരാജ്യം സമീപിച്ചതുകൊണ്ട് कि परमेश्वर का राज निकट है। മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. कि मन फिरा के सुख समाचार पर विश्वास कर। അതാണ് യേശു എവിടെ ചെന്നാലും പറയുന്നത്. वो है यीशु कहां भी जाएगा तो യേശു प्रचार എവിടെ करता है। ചെന്നാൽ യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ ഈരണ്ടായി പ്രസംഗിക്കാൻ പറഞ്ഞയച്ചപ്പോൾ यीशु ने जब दो करके चेलों को प्रचार करने के लिए അവരോട് भेजा, പറഞ്ഞയച്ചത് എന്താണെന്നറിയാമോ? उनसे क्या कहा? നിങ്ങൾ പോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. आप जाके परमेश्वर के राज के बारे में प्रचार करो। ഹല്ലേലൂയ. യേശു हालेलुया। നമ്മളെ എന്തിനാ അയച്ചിരിക്കുന്നത്? हमें भी परमेश्वर क्यों भेज रहे हैं? ദൈവരാജ്യത്തിന്റെ സാക്ഷികളാകാനാ. कि परमेश्वर का राज की गवाही बनने യേശു के लिए। എല്ലായിടത്തും ദൈവരാജ്യം പഠിപ്പിക്കുന്നത്. कि
कि यीशु हमेशा परमेश्वर के राज सिखाता है ദൈവരാജ്യത്തിന്റെ യേശുവിന്റെ ടീച്ചിങ് പല വേദപുസ്തക ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. कि परमेश्वर के राज के बारे में उसके सिखाना हम बहुत जहाँ पे देख सकते മത്തായി हैं സുവിശേഷം 5 മുതൽ 7 വരെ ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ യേശുവിന്റെ കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചുള്ള ടീച്ചിങ് കാണാൻ പറ്റും. कि मत्ती लूका में सब जहाँ पे हम परमेश्वर के स्वर्ग राज के बारे में सिखाना सीखते പഠിപ്പിച്ചെന്ന് അറിയാമോ? हैं क्यों ये सिखाया ഹല്ലേലൂയ. യേശുവിന്റെ പഠിപ്പിക്കലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. यीशु के सिखाने में एक मुख्य चीज में बताता हूँ നിങ്ങൾ വിചാരപ്പെടരുത്. आप व्याकुल मत हो നിങ്ങൾ വിചാരപ്പെടരുത്. आप व्याकुल मत മാർത്ത हो നീ പലതിനെ ചൊല്ലി കലങ്ങി വിചാരപ്പെട്ടിരിക്കുന്നു. कि मार्ता तू बहुत सारी चीजों के ऊपर विचारित നിങ്ങൾ होके बैठा है। വിചാരപ്പെടരുത്. आपको विचारित नहीं होना എന്തുകൊണ്ട് है വിചാരപ്പെടരുത്? आपको व्याकुल नहीं होना है വിചാരപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ നീളം കൂട്ടാൻ പറ്റുമോ? वो व्याकुलता से हम अपनी लंबाई को बढ़ा नहीं ഒരാൾ सकते ഇരുന്ന് അങ്ങ് ചിന്തിക്കോ എനിക്കൊരു 4-5 ഇഞ്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? एक जन बहुत सोच रहे कि अगर मैं 4 इंच का बढ़ जाता പറ്റത്തില്ല. വിചാരപ്പെട്ടത് കൊണ്ട് നീളം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കത്തില്ല. सोच विचार से हम अपने लंबाई उठा नहीं വിചാരപ്പെട്ടത് सकते കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? कि व्याकुल होकर हम कुछ भी कर सकते हैं क्या എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ഒരു അത് നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്ന നമ്മുടെ ടെൻഷൻ കൂടത്തേ ഉള്ളൂ. हम व्याकुल हो कि हमारा टेंशन बढ़ेंगे പിന്നെ യേശു പറഞ്ഞു फिर ഈ यीशु ने कहा വിചാരപ്പെടുന്നത് ആരാന്നറിയാമോ? ये व्याकुल कौन होता है നമ്മളല്ല, ജാതികൾ. जातीय എന്ന് പറഞ്ഞാൽ എന്താ? उसका अर्थ क्या है ദൈവം അറിയാത്തവർ, ദൈവത്തെ അറിയാത്തവരാണ് വിചാരപ്പെടുന്നത്. जो परमेश्वर को नहीं जानता वो व्याकुल होता है ദൈവത്തെ അറിയാത്തവർ ഇങ്ങനെ ടെൻഷൻ അടിക്കും, അയ്യോ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന്. कि जो परमेश्वर को नहीं जानता वो विचार होता है मैं कैसे ദൈവത്തെ जीऊंगा അറിയുന്നവർ എന്ത് ചെയ്യും? परमेश्वर को जानने वाले क्या करेंगे വചനം പറയുന്നു ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കും. वचन बोलते हैं बोझ पूरा परमेश्वर को सौंपेगा मैं കർത്താവിനെ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. परमेश्वर को देख के शांति से ഇന്നലെ सोएगा രാത്രി ഒരു ദൈവദാസൻ എന്നെ ഖത്തറിൽ നിന്ന് വിളിച്ചിരുന്നു. कल रात को एक परमेश्वर के दास ने कतर से फास्ट को फोन അദ്ദേഹത്തിന്റെ किया ചില അനുഭവം എന്നോട് പറഞ്ഞു. उनका कुछ अनुभव कहा അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വലിയ കടങ്ങളും പ്രശ്നങ്ങളും ഒത്തിരി മൂടി ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. मैं बहुत कर्जों में डूब के जिया एक व्यक्ति है ഹല്ലേലൂയ. അപ്പൊ വലിയ ടെൻഷൻ വരുമ്പോ രാത്രി പുള്ളി ഉറങ്ങാൻ ചെല്ലുമ്പോ എന്ത് ചെയ്യുന്നറിയോ? जब बहुत टेंशन आते हो रात को सोने के जाते क्या करता है പുള്ളി പറയും, കർത്താവ് എന്റെ ടെൻഷൻ നിന്റെ കൈ തരിക, ഞാൻ ഉറങ്ങാൻ പോവാ. बोलते मेरा टेंशन पूरा तेरे हाथ में दे रहा मैं सोने जा എന്നിട്ട് रहा हूं സുഖമായിട്ട് കിടന്നുറങ്ങും. और शांति से सो जाएगा അദ്ദേഹം പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് കർത്താവ് എന്തെങ്കിലും ഒരു വഴി തുറന്നു വെച്ചിരിക്കും. और वो कहते हैं कि दूसरे दिन सुबह परमेश्वर कुछ तो रास्ता खोल कर നമ്മുടെ रखता है ടെൻഷൻ നേരിട്ട് കർത്താവിനെ ഏൽപ്പിക്കാൻ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുക. हमारा टेंशन परमेश्वर को दे दो हम शांति से सो जाओ പത്രോസിന്റെ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് യേശു പറയുകയാണ് വിചാരപ്പെടരുത്. पत्रोस का नाव में बैठ के यीशु कह रहे विचार मत दो ഇന്നലെ व्याकुल मत രാത്രി हो മുഴുവൻ അധ്വാനിച്ചിട്ട് കൈ കാലിയായിരിക്കുന്ന പത്രോസാ കേട്ടോ. कि कल पूरा मेहनत करके हाथ खाली होके बेटा पत्रोस है ഹല്ലേലൂയ. ഇതാ പത്രോസിന്റെ ആദ്യത്തെ അനുഭവം. ये है उसका पहला अनुभव ഹല്ലേലൂയ. എന്തുകൊണ്ടാ കൈ കാലിയായത്? क्यों हाथ खाली है അന്ന് കൈ കാലിയായി ഇല്ലായിരുന്നെങ്കിൽ अगर उस दिन हाथ खाली नहीं യേശു होता ഗലീല കടലിന്റെ തീരത്ത് വരുമ്പോൾ, यीशु जब गलीला समुद्र കടൽ തീരത്ത് വരുമ്പോൾ उसके झील के पास आएगा പത്രോസിനെ അവിടെ കിട്ടത്തില്ലായിരുന്നു. पत्रोस को वहां नहीं मिलेगा വള്ളം ഖാലി ആയതുകൊണ്ട് അന്ന് പത്രോസിനെ അവിടെ കിട്ടിയത്. नाव खाली था बोल के पत्रोस को उस दिन वहां मिला അതുകൊണ്ടാണ് യേശു ജീവിതത്തിലേക്ക് ഒന്ന് കേറി വരുവാൻ ഒരു അവസരം കിട്ടിയത്. इसके लिए यीशु जीवन में प्रवेश करने का एक मौका मिला അല്ലെങ്കിൽ അവിടെ കിട്ടുമോ നമ്മളെ? नहीं तो वहां मिलेगा क्या हमें ആ പരാജയമാണ് യേശുവിന് വേണ്ടി വള്ളത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്തത്. वो जो पराजय है कि नाव का द्वार यीशु के लिए खोल के दिया യേശു പടകിലുണ്ട്, പിന്നെ നിനക്ക് ഭയപ്പെടണ്ട കേട്ടോ. यीशु नाव में है तो हमें फिर भयभीत എത്ര नहीं होना है കാറ്റും കൊടുങ്കാറ്റും അടിച്ചാലും ആ പടക് മുങ്ങത്തില്ല. आमीन आमीन कितना भी आंधी तूफान आए वो नाव डूबेगा नहीं നമ്മളൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതുവരെ ശരിക്കും ഇറക്കാൻ പറ്റിയിട്ടില്ല. हमने- ഗലീലക്കാരൻ നസ്രായനേശു അന്ന് വന്നൻ പടകിൽ ഇടം ഓ അറിഞ്ഞില്ലവനെ ഞാൻ എങ്കിലും എൻ പടകിൽ ഓ അറിഞ്ഞില്ലവനെ ഞാൻ യേശുവിനെ അറിഞ്ഞത് കൊണ്ടല്ല വഴി തുറന്നു കൊടുത്തത്. यीशु को जान के नहीं दरवाजा खोल के दिया സ്വല്പം ഒരു ഇടം തരാമോ? यीशु ने थोड़ा सा जगह देंगे നമുക്കന്ന് വേറെ പണിയില്ലാത്തോണ്ട് പറഞ്ഞു വള്ളം ഫ്രീ കിടക്കുക കയറിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ശരിയല്ലേ? ശരിയല്ലേ? हालेलुया यस വള്ളം ഫ്രീ കിടക്കുക കർത്താവേ, ഹല്ലേലൂയ. അതുകൊണ്ട് കയറിക്കോ. വള്ളം നിറഞ്ഞായിരുന്നു നമ്മൾ പറഞ്ഞു കർത്താവ് ഇന്ന് പറ്റത്തില്ല കേട്ടോ, ഇന്ന് ബിസിനസ് ഭയങ്കര സ്ട്രോങ്ങാ, എനിക്ക് ഇഷ്ടം പോലെ ബിസിനസ് എടുത്ത്. വള്ളം ക്ലിയർ ആയതുകൊണ്ട് യേശുവിനെ അകത്ത് കയറ്റി. कि नाव खाली था बोल के हमने यीशु को चढ़ाया वरना बोलता नाव पूरा भरा हुआ ആ है പടകിലിരുന്ന് യേശു പഠിപ്പിക്കുക. उस नाव में बैठ के यीशु सिखा എന്താ रहा है പഠിപ്പിക്കുന്നത്? क्या सिखा रहा है വിചാരപ്പെടരുത്. कि
व्याकुल मत हो ഹല്ലേലൂയ. ആകാശത്തിലെ പറവയെ നോക്ക്. कि आसमान की चिड़ियों को देख, അവ വിതയ്ക്കുന്നില്ല, वो बोता नहीं അവ है, കൊയ്യുന്നില്ല, वो काटता नहीं है, അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. वो भंडारों को भरता नहीं എന്ന് है। പറഞ്ഞാൽ അവയ്ക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. उसका अर्थ है उनको बैंक बैलेंस കളപ്പുര नहीं കൂട്ടിവെക്കുന്ന है, പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ബാങ്ക് ബാലൻസ് ഇല്ല. कि उनको बैंक बैलेंस नहीं ഹല്ലേലൂയ. है। പക്ഷേ लेकिन സ്വർഗത്തിലെ ദൈവം അവയെ ഒക്കെ പോറ്റുന്നു. लेकिन स्वर्ग का परमेश्वर उन सबको നീ करता है। വിചാരപ്പെടേണ്ടെന്ന്. तू व्याकुल मत हो, അത് ജാതികളാ വിചാരപ്പെടുന്നത്. वो जाति है जो व्याकुल കാരണം होता है, അവർക്ക് ഇങ്ങനെ ഒരു ദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ട് क्योंकि वो വിചാരപ്പെടുന്നത്. इस प्रकार के एक परमेश्वर को नहीं പക്ഷെ जानता है। നിനക്ക് യേശുവിനെ അറിയാം. आमीन। लेकिन तू यीशु को അവൻ जानता है। നിനക്ക് വേണ്ടി आमीन കരുതുന്നവനാണ്. आमीन, वो तेरे लिए प्रबंध करेगा। ഹല്ലേലൂയ. हालेलुया। കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുക. പത്രോസിന്റെ പടകിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? ദൈവരാജ്യം അല്ലേ? എന്താ കർത്താവ് പറഞ്ഞെന്നറിയാമോ? മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിനക്ക് കിട്ടും. पत्रोस के नाव में बैठ के सिखा रहे, क्या सिखा रहे? पहले परमेश्वर के राज और धार्मिकता को खोजो, उसके साथ सब कुछ तुझे मिलेगा। ആഹാരം കിട്ടും, भोजन मिलेगा, വസ്ത്രം കിട്ടും, वस्त्र मिलेगा, പാർപ്പിടം കിട്ടും, रहने के लिए जगह നിന്റെ मिलेगा, ദൈനംദിന ആവശ്യങ്ങളെ കർത്താവ് നടത്തുമെന്ന്. तेरे हर दिन के जरूरतों को परमेश्वर पूरा करेगा। എന്നിട്ട് യേശു പഠിപ്പിക്കുക. और यीशु सिखाता है, നിങ്ങൾ വിചാരപ്പെടണ്ട, आप व्याकुल मत हो, കാരണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് क्यों आप व्याकुल मत हो, क्योंकि स्वर्ग का जो तुम्हारा पिता है നിങ്ങളുടെ ആവശ്യം അറിയുന്നു. तो तेरी जरूरतों को जानता है। ദൈവമേ, നമുക്കൊരു പിതാവുണ്ടെന്ന്. कि हमें एक पिता है। എല്ലാവരും പറഞ്ഞിട്ട് ദൈവം എന്റെ പിതാവാണ്. मुंह खोल के बोलो, परमेश्वर मेरा पिता है। വെള്ളിയാഴ്ച നമ്മൾ കേട്ട കാര്യമാണ്. कि फ्राइडे को हमने सुना है, ദൈവം എന്റെ പിതാവാണെങ്കിൽ अगर परमेश्वर मेरा पिता है तो എനിക്ക് സങ്കടപ്പെടണ്ട, എനിക്ക് വിചാരപ്പെടണ്ട. मुझे दुख नहीं होना है, मुझे व्याकुल नहीं होना है, അപ്പൻ എന്നെ കരുതിക്കൊള്ളും. कि पिता मुझे संभालेगा, അപ്പൻ എന്റെ ആവശ്യങ്ങൾ നടത്തും. पिता मेरे जरूरतों को पूरा करेगा। മക്കളെ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സാക്ഷ്യമാണിത്. कि सालों से पासवान का गवाही है। ഞാൻ മാത്രമല്ല, നിങ്ങളിൽ ഓരോരുത്തര് അപ്പന്റെ സ്നേഹത്തെ, അപ്പന്റെ കരുതലിനെ അനുഭവിച്ചിട്ടുള്ളവരാണ്. मैं पासवान अकेले, हम में से हर एक व्यक्ति उसके संभालने को, उसके प्रबंध को हमने अनुभव ഈ किया है। അപ്പനെ പോലെ വേറൊരു അപ്പനില്ല കേട്ടോ. ऐसा पिता छोड़ के दूसरा कोई पिता नहीं നമ്മൾ है। എത്ര തെറ്റുകാരാണെങ്കിലും हमने कितना भी गलती क्यों ना ദൈവത്തിന്റെ किया, ആത്മാവ് പറഞ്ഞത് പണ്ട് അപ്പൻ തന്നതൊക്കെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. कि परमेश्वर की आत्मा बोलते पहले पिता ने जो दिया हम सब नाश അപ്പന്റെ किया। വീട് വിട്ടുപോയൊരു മകനുണ്ട്. कि पिता का घर छोड़ के एक बेटा അപ്പന്റെ है। അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ. अब पिता का आशीष पूरा खराब വീട് किया വിട്ടു बेटा। പോയവൻ എല്ലാം നഷ്ടപ്പെടുത്തി. वो सब नष्ट किया, घर छोड़ के गया, പക്ഷേ लेकिन അപ്പൻ അവനെ ഉപേക്ഷിച്ചില്ല. पिता ने उसे त्यागा नहीं। ആ മകൻ മടങ്ങി വന്നപ്പോൾ वो बेटा जब लौट के आया, അപ്പനെ ആലിംഗനം ചെയ്തെന്ന് കേട്ടോ. पिता ने उसे गले लगाया। ഇന്ന് പകൽക്കാലം ആ അപ്പൻ വഴിക്കണ്ണുകളുമായി നോക്കിയിരിക്കുകയാണ്. आज भी वो पिता इंतजार में बैठा है, നിന്റെ മടങ്ങി വരവിന് വേണ്ടി, तेरे लौट आने के നീ लिए, തിരിച്ചു വരാൻ വേണ്ടി. तू लौट आने के लिए। നഷ്ടപ്പെടുത്തിയതിന്റെ കണക്കപ്പൻ വെച്ചിട്ടില്ല. आमीन आमीन, जो नष्ट किया उसका हिसाब पिता ने नहीं रखा है। പറഞ്ഞതിന് മോനെ, ഈ പണ്ട് തന്നതിന്റെ ഒക്കെ കണക്ക് ഞാൻ പറഞ്ഞിട്ടേ കേട്ടത്തുള്ളൂ എന്ന് പറഞ്ഞല്ലേ. अगर हम कहते बोलते पहले जो दिया उन सबका हिसाब लगा के दे। നഷ്ടപ്പെടുത്തിയതിന്റെ കണക്കപ്പൻ ചോദിച്ചില്ല. जो नष्ट किया उसका हिसाब पिता ने नहीं पूछा। നിങ്ങൾക്കറിയാമോ, ഒരു പിച്ചക്കാരനെ പോലെ ഈ മോൻ വരുന്നത്. कि एक गरीब के जैसा, एक भिखारी के समान आता അവന്റെ है, വസ്ത്രമെല്ലാം നാറുന്നുണ്ടെന്ന്. उसका वस्त्र में पूरा बास आता है। പന്നിയുടെ കൂടെ ഇത്ര നാൾ ജീവിച്ചതല്ലേ. डुक्कर के साथ था वो, അതിന്റെ കൂടെ ഭക്ഷിച്ചത്. उसके साथ खाया है। പന്നിയുടെ കൂടെ ഭക്ഷിച്ചവന് നാറ്റം ഉണ്ടാവും. നിങ്ങൾ പറ. सूअर के साथ जो भोजन किया उसको तो बास मारेगा, ഒന്നുമില്ല. कुछ भी नहीं है। ഇവനെ കണ്ടാ നമ്മൾ ഓടിപ്പോവും. इसको देखे तो हम भाग जाएगा। നമ്മൾ ചുംബനമൊക്കെ കൊടുക്കും, പക്ഷെ കുളിപ്പിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. हम उसको चुंबन देंगे, लेकिन दिलाने के बाद, മാറിയിട്ടേ കൊടുക്കത്തുള്ളൂ. वस्त्र बदलने के നല്ല बाद, ചെരി പിടിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ അല്ലേ. आमीन आमीन, हालेलुया। अच्छा वस्त्र അത് चप्पल സ്വന്തം बनाने के बाद, മക്കളാണെങ്കിലും ഹല്ലേലൂയ, वो भले अपने खुद का बच्चा क्यों ना हो। ചെളിക്കകത്ത് കളിച്ചിട്ട് വരുമ്പോ ഓടിപ്പോയി കെട്ടിപ്പിടിക്കില്ല. അടെ പോയി കുളിച്ചിട്ട് വാടാന്ന് പറയും അല്ലയോ. या अगर अपने बच्चे कीचड़ में खेल के हम क्या उसको പക്ഷേ अलग ഈ करते हैं, बोले അപ്പൻ, जाके ഈ दाग किया। അപ്പൻ, लेकिन ये पिता, he was still stinking. ഹല്ലേലൂയ. वो जब बास मार रहा था, ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക കേട്ടോ. जाके उसको गले लगता है। മനുഷ്യർക്ക് അത്ര സ്നേഹമുള്ള ഒരു അപ്പനെ വേദപുസ്തകം आमीन പഠിപ്പിക്കുന്നു. हाल उतना प्रेम से भरा हुआ पिता को वचन ഇന്ന് सिखाता പകൽക്കാലം है। പറയാൻ പറ്റുമോ, എനിക്കൊരു അപ്പനുണ്ട്. आज बोल सकते हैं क्या मुझे एक पिता है? आमीन, ऐसा हालेलुया। പാകിസ്ഥാൻകാരി ബിൽക്കുസ് ഷെയ്ഖ് എന്ന് പറയുന്ന സ്ത്രീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. एक पाकिस्तान की एक स्त्री है कि बिल्कुल शेख बोल के उसने किताब അവരുടെ लिखा है। പുസ്തകം എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. उसका किताब हर भाषा में है। ഇംഗ്ലീഷിൽ കിട്ടും, ഹിന്ദി കിട്ടും, മലയാളത്തിൽ കിട്ടും.
इंग्लिश हिंदी मलयालम में इसका है എന്റെ കൈ മലയാളം ഉണ്ടെന്ന എന്റെ ഓർമ്മ. कि पासवान के पास उसका मलयालम है ആ लगता है. പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെ, उसका टाइटल इस प्रकार है, ദൈവം എന്റെ പിതാവായപ്പോൾ. जब परमेश्वर मेरा पिता बना, ദൈവം എന്റെ പിതാവായപ്പോൾ जब परमेश्वर मेरा पिता बना, എനിക്കറിയില്ലായിരുന്നു എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്ന്. मुझे पता नहीं था मुझे प्रेम करने वाला एक पिता है. പാകിസ്ഥാനിൽ ഒരു പഴയ മന്ത്രിയുടെ ഭാര്യയായിരുന്നു. कि पाकिस्तान में बहुत एक मंत्री की पत्नी थी. അവരുടെ വീട്ടിൽ അവരുടെ മുറിക്കകത്ത് യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ, उसके कमरे में जब यीशु मसीह उतर आया, ജീവനുള്ള ദൈവത്തെ അവർ അനുഭവിച്ചപ്പോൾ, जीवित परमेश्वर जब उन्होंने अनुभव किया ഹല്ലേലൂയ, അവർ എഴുതി ദൈവം എന്റെ പിതാവായി. कि परमेश्वर मेरा पिता बना. കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाले परमेश्वर के बच्चों, നമുക്കൊരു അപ്പനുണ്ട്. हमें एक पिता है, അതുകൊണ്ട് കരുതുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ हमें संभालने वाला एक पिता है, നമുക്ക് കലങ്ങണ്ടാന്ന്. तो हमें व्याकुल नहीं होना है. കരുതുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ കലങ്ങണ്ടാന്ന്. प्रबंध करने वाला एक पिता है तो हमें व्याकुल नहीं होना है. എനിക്കൊരു അപ്പനുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഭയം? अगर मुझे एक पिता है तो मुझे എല്ലാ क्यों डर? ആവശ്യം അപ്പനോട് പറഞ്ഞാൽ മതി കേട്ടോ. हर एक जरूरत पिता को कहना है. ഇതെല്ലാം പത്രോസിന്റെ പടകിലിരുന്ന് യേശു പ്രസംഗിക്കുക. ये सब पत्रोस के नाव में बैठ के यीशु ने प्रचार किया. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയത്. हालेलुया. इसके लिए पत्रोस ने जब चिट्ठी लिखा तो इस प्रकार लिखा. 1 പത്രോസ് 5 അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്തോ അവിടെ एक എഴുതിയിരിക്കുന്നത്? पत्रोस 5-6-7 आयत में क्या लिखा है? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. वो हमारे लिए प्रबंध करते हैं, इसलिए हमारे सारे जो व्याकुलता सोच विचार है उसके ऊपर डाल दो. പത്രോസ് അനുഭൂതി എന്നാ പറയുന്നത്. पत्रोस जो अनुभव से कहता है കലങ്ങി മനം കലങ്ങി തകർന്നിരുന്ന ഒരു ദിവസമുണ്ട്. कि मैं एकदम टूटा हुआ अवस्था में बैठा हुआ एक दिन പടക് है, ഖാലിയായിരുന്നു. मेरा नाव शून्य പക്ഷെ था. അന്ന് യേശുവിന്റെ പടകിൽ ഇടം ചോദിച്ചു. कि उस दिन यीशु ने मेरे नाव में जगह ഞാൻ അവനെ पूछा. അറിഞ്ഞില്ലെങ്കിലും അവനൊരു സ്ഥലം കൊടുത്തു. मैं उसे नहीं जाना तो भी उसे एक जगह അന്ന് दिया. എന്ത് സംഭവിച്ചെന്നറിയാമോ? उस दिन क्या हुआ पता है? അന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് उस दिन प्रचार सब होने के बाद ഹല്ലേലൂയ, പത്രോസിനെ യേശു അടുക്ക വിളിച്ചു पत्रोस को यीशु ने करीब ഇനി बुलाया. വരാൻ പറഞ്ഞു. बोले इधर आ, നിന്റെ ഈ പടക് ഖാലിയല്ലേ? तेरे नाव खाली है, ഞാൻ ഇതിനകത്ത് കേറിയില്ലേ? मैं इसके अंदर चढ़ा. എനിക്ക് അല്പസമയത്തേക്ക് ഈ പടക് നീ ഒന്ന് തന്നില്ലേ? तूने मुझसे कुछ समय के लिए नाव दिया. വാടക വേണ്ടായോ? भाड़ा चाहिए कि नहीं? വാടക വേണോ? भाड़ा चाहिए. പറഞ്ഞാട്ടെ, കർത്താവ് ആർക്കും കടക്കാരനല്ലെന്ന്. बोलो परमेश्वर किसी का कर्जदार नहीं है. കർത്താവ് റോജേഷ് ബ്രദർ ദൈവാത്മാവ് പറയുന്നു, रजिश ब्रदर परमेश्वर की आत्मा നിങ്ങൾ कहता है കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കർത്താവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. കടക്കാരനല്ല കർത്താവ്, ഇരട്ടിയായി തിരിച്ചു തരാൻ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. हालेलुया. ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മോനെ, നീ എനിക്ക് വേണ്ടി അല്പസമയം നിന്റെ പടക് തന്നിട്ടുണ്ടെങ്കിൽ कि बेटा कुछ समय तूने तेरा नाव मुझे दिया है तो ഞാൻ നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. मैं तुझे बिना आशीष किए नहीं എനിക്കറിയാം जाऊंगा. നിന്റെ പ്രശ്നം എന്താ. मैं जानता हूं तेरा समस्या ഇന്നലെ क्या है. രാത്രി മുഴുവൻ നീ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. कल रात भर तूने मेहनत की, तुझे कुछ नहीं मिला. പത്രോസേ, पत्रोस, നീ പടക് അല്പോട് അകത്തോട്ട് കൊണ്ടുപോകും. तू तेरा गहराई में ले चल. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. आप जरा सोच के देखो പത്രോസ് ഈ പടക് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. कि पत्रोस से नाव को लेके आगे जा रहे हैं. അതിനകത്ത് യേശു ഇരിപ്പുണ്ട് കേട്ടോ. उसके अंदर यीशु बैठा है. Still Jesus is there. यीशु उसके अंदर യേശു है. പത്രോസ് പറഞ്ഞില്ല, യേശുവേ ഒരു 10 മിനിറ്റ് ഒന്ന് ഇറങ്ങി നിന്ന് ഞാൻ ഒന്ന് പോയിട്ട് വരാം. यीशु ഹല്ലേലൂയ. पत्रोस इस प्रकार बोला, तू 10 मिनट बैठ, मैं आता हूं. കൂടെ അങ്ങ് കൊണ്ടുപോയി. साथ में ले गया. കൂടെ കൊണ്ടുപോയിക്കണം കേട്ടോ. साथ अब मैं ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ये आराधना के wherever you go, आप कहां भी जाए, take Jesus with you. यीशु को आपके साथ ഇനിയും ले जाना. അവനെ വിട്ടുകളയരുത്. ഇനിയും അവനെ വിട്ടുകളയരുത്. अभी उसे छोड़ना नहीं. ഇനിയും അവനെ വിട്ടുകളയരുത്. अभी उसे छोड़ना नहीं. കൂടെ കൊണ്ടുപോയിക്കണം. साथ में ले जाना. അങ്ങ് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞപ്പോൾ कुछ आगे जाने के बाद പത്രോസിനോട് കർത്താവ് പറയുക, पत्रोस से यीशु ने कहा, ഇനി अभी പടകിന്റെ വലതു ഭാഗത്ത് വലയിട. कि दाहिने और जाल फेंक. വല നിറഞ്ഞു. उसका जाल भरा. വല നിറഞ്ഞു. जाल भरा. നിങ്ങൾക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ചുരുക്കി പറയുക. आपको पता है, इसके मैं कम शब्द കരയ്ക്ക് बोलता हूं. വന്നപ്പോൾ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു. कि जब किनारे में आए तो पत्रोस यीशु के पैरों में എന്നിട്ട് गिरा പറയുക, और कहा, ഞാൻ പാപിയായ മനുഷ്യനാണ്. मैं पापी व्यक्ति हूँ. കർത്താവേ, എന്നെ വിട്ടു പൊയ്ക്കോ, എനിക്ക് നിന്റെ പ്രസൻസ് നിൽക്കാൻ പറ്റത്തില്ല. बोले, मैं पापी व्यक्ति, ओ, मुझे छोड़ के जा, मैं तेरे ഞാൻ सानिध्य में नहीं बोल പാപിയാണ്. सकता. मैं पापी हूँ. സത്യത്തിൽ കർത്താവ് ചെയ്യുന്ന ഒരു മിറക്കിൾ കണ്ടാൽ कि हकीकत में परमेश्वर का जब चमत्कार देखेगा, നമ്മുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കണം എന്നറിയാമോ? हमारा सबसे पहले का അയ്യോ, ഞാൻ പാപിയാണ്. मैं एक पापी हूँ. ഇനി ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. मैं अब एक गुप्त बात कहता हूँ പാപബോധം തരാത്ത മിറക്കിൾ കൊണ്ട് എന്ത് പ്രയോജനമാ? कि पाप के बारे में होश नहीं देने वाला चमत्कार से क्या गुण है. നരകത്തിൽ പോയിട്ട് എന്ത് കാര്യമാ? चंगाई मिलकर नरक में जाके क्या फायदा. Here for a miracle. अगर आप इधर एक चमत्कार के लिए है It's तो essential. वो जरूरत है. That miracle should bring repentance in your life. वो जो चमत्कार है हमारा जीवन में पश्चाताप को लाना है. Are you listening me?
आप सुन रहे हैं मुझे? നിങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യം വിടുതൽ आपको जो चंगाई छुटकारा मिलता है, നിങ്ങളുടെ വലിയ റിപ്പൻഡൻസ് കൊണ്ടുവരണം. आपके अंदर बहुत बड़ा एक पाप ഞാൻ के बारे में പാപിയാണ്. मैं पापी हूँ, എന്നെ വിട്ടുപോ കർത്താവേ. मुझे छोड़ के जाओ परमेश्वर. എന്നെ വിട്ടുപോകാനല്ല ഞാൻ വന്നത്, परमेश्वर ने मुझे छोड़ के जाने के लिए नहीं आया, കൂടെ കൊണ്ടുപോകാനാ വന്നത്. तुझे साथ में ले जाने के लिए आया हूँ. ഇന്ന് മുതൽ तू आज से മീൻ പിടിക്കുന്നവനല്ല, तू मछली पकड़ने वाले നീ नहीं, മനുഷ്യനെ പിടിക്കുന്ന മീൻകാരനാകാൻ तू പോകുകയാണ്. इंसान को पकड़ने वाला Going to मछली वाला become the बनेगा. fishers of men. तू Hallelujah. इंसान को पकड़ने वाला बनेगा. മനുഷ്യനാകുന്ന മത്സ്യങ്ങളെ പിടിക്കുന്ന മീൻപിടുത്തക്കാരനാകാൻ तू പോകുകയാണ്. इंसान जैसा मछली पकड़ने वाला അതുകൊണ്ട് बनेगा. പത്രോസിനെ പിൽക്കാലത്ത് അറിയപ്പെട്ടത് the great fisherman എന്ന്. Hallelujah. इसके पत्रोस को बहुत बड़ा मछुआरा जाना गया. Great fisherman എന്നായിരുന്നു പത്രോസിനുണ്ടായിരുന്ന ഒരു nickname. उसका एक Hallelujah. दूसरा नाम था बहुत बड़ा मछुआरा. Thank you Jesus. हालेलुया. ആ പത്രോസ് वो पत्रोस 3.5 വർഷത്തിന് ശേഷം 3.5 साल के बाद, വചനം പറഞ്ഞ അന്ന് അവൻ പടകും വള്ളവും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചത് അല്ലേ? वचन कहते हैं उस दिन हेलो। उसने नाव जाल सब कुछ छोड़ के यीशु ആ को पीछा किया. പത്രോസ് ഒരു वो पत्रोस 3.5 വർഷത്തിന് ശേഷം 3.5 साल के बाद കളഞ്ഞ പടകും വള്ളവും എല്ലാം എടുത്തോണ്ട് പോയതാ. जो छोड़ा वो सब लेके फिर से उतरा. അന്ന് രാത്രിയിലും उस दिन रात को അവന്റെ പടക് ഖാലിയായി. उसका नाव खाली हुआ. എന്തുകൊണ്ട് ഖാലിയായി? क्यों खाली हुआ? പത്രോസ് നിന്നെ കുറിച്ചുള്ള ദൈവോദ്ദേശം पत्रोस तेरे बारे में परमेश्वर का इच्छा മീൻപിടുത്തക്കാരനാകുക എന്നുള്ളതല്ല. कि मछली पकड़ने वाला बनना नहीं. 3.5 വർഷം മുമ്പ് 3.5 साल पहले ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. तो परमेश्वर तुझसे എന്ത് कहा, പറഞ്ഞിട്ടുണ്ട്? क्या നീ कहा? മനുഷ്യനെ പിടിക്കുന്ന तू മീൻപിടുത്തക്കാരനാകും. इंसान को पकड़ने. ഓ ഹർഷൽ കമന റംഷൽ കമന. രണ്ടാമത് നിന്റെ പടക് ഖാലിയായില്ലായിരുന്നെങ്കിൽ, പണ്ടൊന്ന് ഖാലിയായതാ കേട്ടോ, ആണോ? പണ്ടൊന്ന് ഖാലിയായതാ. അന്നാ യേശുവിനെ അറിയാനിടയായത്. ഇന്ന് രണ്ടാമത് ഖാലിയായത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ. पहली बार जो नाव खाली हुआ यीशु को जानने के लिए, फिर से नाव खाली क्यों हुआ? उसको वापस से ले आने के लिए, യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ. यीशु के पास लौटा के लेके ഓ, आने के लिए. ഹല്ലേലൂയ. हालेलुया. അന്ന് രാത്രി പത്രോസും 6 ശിഷ്യന്മാർ 7 പേര് മീൻ പിടിക്കാൻ പോയി. ഒറ്റ മീനെ കിട്ടിയില്ല. कि उसने पत्रोस और 6 लोग मछली पकड़ने का एक भी मछली नहीं എന്തുകൊണ്ട് मिला. കിട്ടിയില്ല? क्यों नहीं मिला? കർത്താവ് പറഞ്ഞു, परमेश्वर ने कहा, ഇവന്റെ വള്ളത്തിൽ ഇവന്റെ വലയ്ക്കകത്ത് ഒരു മീൻ കയറല്ലേ. इसके नाव में इसके जाल में एक भी मछली नहीं കേറിയാൽ फंसा है. अगर घुसे പീറ്റർ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. तो ये ഹല്ലേലൂയ. हमेशा के लिए नष्ट हो जाएगा. കേറിയാൽ अगर घुसेगा, ഈ അപ്പോസ്തലന്മാർ നഷ്ടപ്പെടും. आमीन आमीन. तो अगर घुस गया तो ये प्रेरित लोग नाश हो जाएंगे. എനിക്ക് അവരെ വേണം. मुझे उसे चाहिए. എന്റെ പദ്ധതിക്കായി അവരെ ഉപയോഗിക്കണം. मेरी योजना के लिए उसे इस्तेमाल करना എനിക്ക് है. അവരെ മടക്കി കൊണ്ടുവരണം. मुझे उन्हें लौट के ले आना है. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചെന്ന്? आप जानते हैं क्या हुआ? യേശു കർത്താവ് പറഞ്ഞു, यीशु मसीह ने कहा, ഹല്ലേലൂയ, പടകിന്റെ വലതു ഭാഗത്ത് വലയിറക്ക. यीशु ने बोला कि दाहिने और ढाल फेंक. പണ്ട് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞതാ. पहले जो कहा फिर से कहा. പത്രോസിന് ഓർമ്മ വന്നു, पत्रोस को याद അയ്യോ, आया, ഇത് പണ്ട് യേശു പറഞ്ഞതല്ലേ? ये पहले यीशु ने कहा ആ है. യേശു തന്നെയായി നിൽക്കുന്നത്. वो यीशु है जो खड़ा है. അന്നന്റെ പടകിൽ കയറി യേശു തന്നെയായി നിൽക്കുന്നത്. उस दिन जो नाव में चढ़ा हुआ यीशु है आज ये खड़ा. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നതെന്നറിയോ? वचन क्या कहता है? ആരോ അവനോട് നീ ആരാന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. किसी ने उसको धैर्य नहीं रखा, तू कौन है पूछने കാരണം का. അവർക്ക് ഈ പ്രവൃത്തി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ആ പഴയ യേശു തന്നെയാണ്. वो काम को देख के पता चला वो पहले का यीशु है. എന്നിട്ട് വള്ളം നിറഞ്ഞു. 153 വലിയ മീൻ, വലിയ और മീൻ. नाव भर गया और 153 बड़े मछली मिला. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു തരും കേട്ടോ. कि जो भी नष्ट हो सब परमेश्वर लौटा के देगा. മീനെ തടഞ്ഞത് ഒരു രാത്രിയിലേക്കാ. तुझे जो रोका एक रात के लिए है. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? क्यों? പത്രോസ് നിന്നെ മടക്കി കൊണ്ടുവരാൻ. तुझे लौट के ले आने के लिए. കർത്താവ് നിന്നോട് പറയും, ഒന്നുകൂടെ വലയുടെ ഞാൻ അതിനെ നിറയ്ക്കാൻ പോകുകയാണ്. परमेश्वर तुझसे कहते हैं फिर से जाल ढाल में तुझे उसे भरने वाला है. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. मुंह खोल के बोल जो भी मेरा नष्ट हुआ सब कुछ परमेश्वर लौटा के കരയ്ക്ക് देगा. വന്നപ്പോൾ जब वो किनारे में आया, ഇവര് കാണുന്നത് എന്താണെന്നറിയോ? वो क्या देख रहे हैं? കനലിന്മേൽ മീൻ ചുട്ടു വറുത്ത് വെച്ചിരിക്കുന്നു. वो देखते वहां पहले से मछली को पूरा पका के रखा है. എന്നിട്ട് പറഞ്ഞു, और कहा, മക്കളെ വന്ന് പ്രാതല് കഴിക്കടാ. बोला कि आके खाओ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വയറിന്റെ വിശപ്പ് വരെ യേശു അറിഞ്ഞെന്ന്, कि जो पेट का भूख तक यीशु ने जाना, നേരത്തെ കരുതിയെന്ന്. पहले संभाला. അപ്പൊ ഒരു ചോദ്യം, तो एक सवाल ഈ പ്രാതലെല്ലാം ഒരുക്കി വെച്ചിട്ട് യേശു ചോദിക്കുകയാണ്, ഇപ്പം പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന്. कि ये सब तैयार करके रखे. यीशु पूछते कि अभी पकड़ा हुआ कुछ है क्या? അന്നത്തേക്കുള്ള പ്രാതൽ റെഡിയാ കേട്ടോ. उस दिन सब रेडी है. പിന്നെന്തിനാ യേശു ചോദിച്ചത് ഇപ്പം പിടിച്ചത് വല്ലതും ഉണ്ടോ എന്ന്? फिर यीशु ने क्यों पूछा अभी पकड़ा कुछ है ഞാൻ क्या? ഇവിടെ ഇരുന്ന് ചോദിച്ചു, കർത്താവേ അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? मैं पूछा ऐसा क्यों ഓൾറെഡി पूछा? ഫുഡ് റെഡി അല്ലേ? भोजन तो रेडी था. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, परमेश्वर इस എടാ, प्रकार ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നവനാ.
मैं तेरे लिए प्रबंध करने वाला है। പക്ഷെ നീ മടങ്ങി വന്നാൽ अगर तू लौट के आएगा, ഹല്ലേലൂയ, ഇപ്പം പിടിച്ചതിനെ ചിലതിനെ, अभी जो पकड़ा हुआ कुछ, ഇപ്പം പിടിച്ചതിനെ ചിലതിനെ अभी पकड़ा हुआ कुछ നിനക്ക് അനുഗ്രഹമാക്കി, तुझे आशीष करके, നിനക്ക് അനുഗ്രഹമാക്കി तुझे आशीष ഞാൻ करके നൽകാൻ പോകുക. मैं देने वाला हूं। മാത്രമല്ല ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട് കേട്ടോ. लूका सुसमाचार में से ആ വാക്യം ഇങ്ങനെയാണ്, वो आयत इस അവൻ प्रकार, അവരോട് ചോദിച്ചു उसने उससे पूछा എന്തെങ്കിലും ഭക്ഷണമുണ്ടോ. कुछ भोजन है क्या? അവന് വറുത്ത മീൻ കൊടുത്തെന്ന उसने उसको അവർ फ्राई, കാണെ അവൻ അത് ഭക്ഷിച്ചു. उसके सामने उन्होंने खाया। അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, परमेश्वर ने എടാ कहा, ഞാൻ ഒരുക്കി വെച്ചത് നിനക്ക് വേണ്ടിയാ, मैंने जो तैयार करके रखा तेरे പക്ഷെ लिए, നീ ഇപ്പം പിടിച്ചത് വല്ല എനിക്ക് വേണ്ടി കൊണ്ടുപോടാ. तूने अभी जो कुछ पकड़ा वो मेरे लिए ले आ। ഹല്ലേലൂയ, ഞാൻ ഒരുക്കിയത് നീ കഴിച്ചോ. मैंने जो बनाया वो तू ഞാൻ खा ले। നിനക്ക് വേണ്ടി കരുതുന്നവനാ, मैं तेरे लिए प्रबंध करने वाला പക്ഷെ है, എനിക്ക് വേണ്ടി നീ ചിലത് പിടിക്കണമെന്ന്. लेकिन मेरे लिए तू कुछ पकड़ना है। എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, കൊയറൊന്ന് ജോയിൻ ചെയ്താട്ടെ. सब खड़े हो जाइए। ഞാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരുടെ തലേ കൈവച്ച് ദൂത് പറയണമെന്നുണ്ട്. मैं हर एक के सिर पे हाथ रखे നിങ്ങളോട് मानेंगे। ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയുക, आप हर एक से पवित्र आत्मा कहता है, എനിക്ക് വേണ്ടി നീ ചിലത് പിടിക്കണമെന്ന്. मेरे लिए तुझे कुछ पकड़ना है। പത്രോസ് പണ്ട് നിന്നോട് ഒരു ദൂത് പറഞ്ഞാൽ, पतरस पहले तुझसे एक वाणी दिया है। എന്താ ദൂത്? क्या था നീ वाणी? മനുഷ്യനെ പിടിക്കുന്നവനാകും. तू इंसान को पकड़ने वाला होगा। 3.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. कि 3.5 साल बीत चुका ഇപ്പോൾ है। നിന്നോടൊരു ചോദ്യം ചോദിക്കുക, अभी तुझसे एक सवाल पूछता है, ഇപ്പൊ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? तूने अभी कुछ पकड़ा है क्या? 2023 ജനുവരി മാസത്തിൽ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. 2023 में जनवरी के महीने में तुमसे सवाल पूछता है ദൈവരാജ്യത്തിനു വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഈ വർഷം നീ എന്ത് ചെയ്തു? कि ये साल परमेश्वर के राज के लिए तूने क्या किया? ഇപ്പൊ എന്ത് പിടിച്ചു? अभी क्या पकड़ा? കഴിഞ്ഞ വർഷങ്ങളിലെ പാരമ്പര്യം മാറ്റിയിട്ട് പറ, കർത്താവ് ഇനിയും മുതൽ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ രാജ്യത്തിനു വേണ്ടി നിൽക്കുന്നവനായി തീരും. पिछले समय के परंपरा को छोड़ के बोलो, परमेश्वर मैं तेरे लिए, तेरे राज के लिए रुकूंगा। ഒരു തീരുമാനമെടുക്കാം, एक निर्णय ले, ഒരു തീരുമാനമെടുക്കാം. एक निर्णय ले, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, हर आंखों को बंद करे കർത്താവിനോട് പറഞ്ഞാട്ടെ, और परमेश्वर से कहे, കർത്താവ് ഞാൻ പണ്ട് ഒത്തിരി പിടിച്ചിട്ടുണ്ട്, परमेश्वर मैंने पहले बहुत നിന്റെ पकड़ा है, രാജ്യത്തിനു വേണ്ടി ഞാൻ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. तेरे राज के लिए मैंने काम किया है, പക്ഷെ ഇനിയും लेकिन अब ഇന്നു മുതൽ आज से ചിലത് പുതുതായി ചെയ്യുവാൻ, कुछ नया करने के लिए, ചിലത് പുതുതായി ചെയ്യുവാൻ कुछ नया करने के लिए എന്നെ സഹായിക്കണമേ കർത്താവ്. मुझे मदद करना प्रभु। എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. हर आंखों को बंद करे। ഓ ഹല്ലേലൂയ. എത്ര പടി വചനത്തിന്റെ മുൻപിൽ സമർപ്പിക്കാൻ തയ്യാറാ? जितने लोग वचन के सामने समर्पण करने को तैयार हैं। 71 സങ്കീർത്തനം വായിച്ചത് കേട്ടോ. वचन संहिता 71 पढ़ा है। അത് ആ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത. उसका खासियत ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. कि जीवन में पराजित हुआ सोच के एक व्यक्ति का प्रार्थना। നിങ്ങൾ വീട്ടിൽ പോയി 71 സങ്കീർത്തനം വായിച്ചു നോക്ക്, അത് നമ്മുടെയൊക്കെ അനുഭവമാണ്. आप जाके 71 वचन संहिता पढ़ो, हम सबका अनुभव है। ആ സങ്കീർത്തനക്കാരൻ പറയുക, वो वचन में कहता है, കർത്താവേ ഞാൻ ലജ്ജിച്ചു പോകരുത്, परमेश्वर में लज्जित ना हो, ഞാൻ നിന്ദിക്കപ്പെടരുത്, मैं निंदा ना हो, വാർദ്ധക്യവും നരയുമുള്ള കാലത്തന്നെ നീ ചുമക്കണം. कि बुढ़ापा तक तू मुझे चलाना। കർത്താവേ എനിക്ക് പ്രായമൊക്കെ ആയിരിക്കുന്നു, പക്ഷെ ഞാൻ ലജ്ജിച്ചു പോകരുത്. परमेश्वर मुझे उम्र हो गया लेकिन मैं लज्जित ना हो। കർത്താവ് മറുപടി പറഞ്ഞു, परमेश्वर उत्तर दिया, ഈ തലമുറയ്ക്ക് മാത്രമല്ല, इस पीढ़ी के लिए ही नहीं, അടുത്ത തലമുറയ്ക്ക് നീ ഒരു അനുഗ്രഹമാണ്. आमीन आमीन, अगली पीढ़ी के लिए भी तू एक आशीष होगा। ആരെങ്കിലും പരാജയപ്പെട്ടെന്ന് ചിന്തിച്ചിരിപ്പുണ്ടോ? अगर कोई भी पराजित हुआ करके सोच के बैठा പരിശുദ്ധാത്മാവ് है, നിങ്ങളോട് പറയുക, पवित्र आत्मा तुमसे कहता है നിങ്ങൾ പരാജയപ്പെടത്തില്ലെന്ന്. तुम पराजित नहीं होगा। യേശുവിന്റെ കൈ പിടിച്ചു. यीशु का हाथ पकड़। സങ്കീർത്തനക്കാരൻ പറയുക, वचन संहिता में कहता ഞാനൊരു है, അത്ഭുതമാകുമെന്ന്. मैं एक चमत्कार बनूंगा। ബ്രദർ, നിങ്ങളൊരു അത്ഭുതമാകുമെന്ന്. भाई तुम एक चमत्कार बनेगा। സിസ്റ്റർ, നിങ്ങളൊരു तुम അത്ഭുതമാകുമെന്ന്. एक चमत्कार बनेगा। നിങ്ങൾ യേശുവിന്റെ കരം പിടിച്ചാൽ, अब यीशु का हाथ पकड़े, യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ, यीशु के पास लौट के आए, അമ്മുടിയനായ പുത്രനെ അപ്പൻ ആലിംഗനം ചെയ്തതുപോലെ वो उड़ाऊ पुत्र को जैसे पिता ने നിങ്ങളെ स्वीकार ചേർത്ത് किया, പിടിച്ച് तुम्हें साथ में पकड़ के, നിങ്ങളെ അനുഗ്രഹമാക്കി, तुम्हें आशीष बना നിങ്ങളെ के, അത്ഭുതമാക്കി तुम्हें एक चमत्कार बना के, മാറ്റുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. जिस बदलने को स्वर्ग चाहता है। ഓ ചേർത്ത് പാടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. साथ लगा के परमेश्वर धन्यवाद दे। അന്ധനു കാഴ്ച നൽകുവാൻ വചന മാർഗമാ, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ. അന്ധനു കാഴ്ച നൽകുവാൻ വചന മാർഗമാ, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം, ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന
തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണമാരും നീതിയിൽ അവൻ വാഴും, ആത്മമരണമാരും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന ഓ തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ സത്യദൈവത്തിൽ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്ക് ശക്തന്മാരാകുന്നു നാൾക്കുനാൾ. സത്യദൈവത്തിൽ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്ക് ശക്തന്മാരാകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യമവകാലം, ദൈവമുഖ പ്രസാദം നിത്യമവകാലം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന ഓ തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന ഓ തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ഓ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ഓ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണമാരും നീതിയിൽ അവൻ വാഴും, ആത്മമരണമാരും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ 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 ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലാതാം, ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യന. ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലാതാം, ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യന. വാട്ടമാലിന്യ നാശം ഇല്ലാത്തൊരവകാശം, വാട്ടമാലിന്യ നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന ഓ തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ അന്തന് കാഴ്ച നൽകുവാൻ വചനമാർഗമാ, സത്യത്തിൽ കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ. അന്തന് കാഴ്ച നൽകുവാൻ വചനമാർഗമാ, സത്യത്തിൽ കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാ. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം, ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന ഓ തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവന. യേശുവിൻ സുവിശേഷം
യേശുവിൻ രക്തമേ, കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ. ഓ കാൽവരിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിയേ, കാൽവരിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിയേ. പാപത്തെ ശാപത്തെ പോക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ പോക്കി തന്റെ രക്തത്താൽ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. ഓ അനുദിനം പാടി വാഴ്ത്തുക ഓ യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും എൻ രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും എൻ രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ഓ ആത്മാവ് നിറയുക ആനന്ദ നദിയിലെ, ആത്മാവ് നിറയുക ആനന്ദ നദിയിലെ. പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക ഓ യേശുവിൻ പൈതലേ നീ. ഓ അനുദിനം പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ. കാൽവരി മരമുകൾ കൈകൾ വിരിച്ചവൻ, കാൽവരി മരമുകൾ കൈകൾ വിരിച്ചവൻ. രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക ഓ യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, എന്നേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും എൻ രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും എൻ രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക